ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. വീണ്ടും ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ സത്സംഗത്തിൽ കാണുകയാണ്. ശ്രീമദ് ഭാഗവതം ചർച്ച തുടരാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം, അതിനുശേഷം ഗുരുപ്രണാമ മന്ത്രം. ജയ് രാധാ മാധവ ജയ് കുഞ്ച ബിഹാരി, जय राधा माधव जय कुंज बिहारी, जय गोपी जन वल्लभ जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यमुना तीरावनचारी यमुना तीरावनचारी, जय कुंज बिहारी जय कुंज बिहारी। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं, देवीं सरस्वतीं व्यासं ततो जयमुदीरये। अष्टप्रायेषु अभद्रेषु नित्यं भागवतस्य सेवया, भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ॐ अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकाय चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामयं विभाति स्वपदाम्बुं। वन्देऽहं श्रीगुरों श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिनिति नमः। माचार्यपादाय तार्किकपदाय गौरकथाधामधाय प्रग्रामताय नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नमः। नमस्ते सारस्वते देवी गौरवाणि प्रचारिणे विशेषशून्यवादी पाश्चात्यदेशतारिणे। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिसिद्धान्तसरस्वतीति नामिने श्रीवासवानभि देवी देदाय प्रभाते कृष्णसम्बन्धविज्ञान दायिनी प्रभवे नमः। माधुर्योज्ज्वलप्रेमाढ्या श्रीरूपालिकभक्तिदा श्रीगौरकरुणा शक्ति विजय नमोस्तुते। नमस्ते गौरवाणी श्रीमूर्ते दीनतारिणे रूपाणि गर्भितं सिद्धान्तमूर्धने। नमो गौरकिशोराय साक्षात् वैराग्यमूर्ते विप्रलम्बरसाम्बोधे पादाम्बुजनिधे नमः। नमो भक्तिविनोदाय सच्चिदानन्दनाय गौरशक्तिस्वरूपाय रूपानुगराय ते गौराविर्भावभुवनेस्तं निर्दिष्टसज्जनप्रिय वैष्णव सर्वभौमा श्रीजगन्नाथाय ते नमः। नमो महावदन्याय कृष्णप्रेमप्रदायिते कृष्णाय कृष्णचैतन्यनामिने गौरत्वसे नमः।
പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്തവ്യം നമാമി ഭക്തശക്തി വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തേ. ജയതാം സുരദോപം ഗൗരവമന്ദമതീർഗതിമത്സർവസ്വപാദാംബുജഗാധാം ദിവ്യവൃന്ദാരണ്യകൽപദ്രുമത ശ്രീമദ് രത്നാകരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ കൃഷ്ണാനദി സേവ്യമാനസ്മര ശ്രീമൻരാസരസാരംഭീവം ശ്രീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർ ഗോപിൻ ഗോപിനാഥസ്യേസ്തു തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ ഹരേ. മുഖം കരോതി വാചാലം ധാരിണം പരമാനന്ദം മാധവം ശ്രീ ചൈതന്യമീശ്വരം. നമുക്ക് ചർച്ച തുടരാം. കഴിഞ്ഞ സത്സംഗത്തിൽ പറഞ്ഞ പോലെ ഹരേ കൃഷ്ണ, ഇടയ്ക്ക് ഇന്റർനെറ്റ് പോയിരുന്നു. സാഖ്യയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സാഖ്യയോഗം? കപില മഹർഷി, സാക്ഷാൽ ഭഗവാന്റെ തന്നെ അവതാരമായ കപിലമുനി അമ്മ ദേവഹൂതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിവുകളാണ്. കർദമ പ്രജാപതി സന്യാസധർമ്മം സ്വീകരിച്ച് വനത്തിലേക്ക് യാത്ര ആരംഭിച്ചു. ദേവഹൂതി ദേവിയുടെ ഒന്നും പറയാതെ. അപ്പം ദേവഹൂതി ദേവി ആ വിഷമത്തിലിരിക്കുകയാണ്. ആ സമയത്ത് മകൻ കപിലമുനി, ഭഗവാൻ, സാക്ഷാത് ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിവുകളാണ്. ഭഗവാൻ എങ്ങനെയാണോ അർജുനന് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത്, അർജുനന് വേണ്ടിയാണ് പറഞ്ഞതെങ്കിലും നമുക്ക് എല്ലാവർക്കും എന്നെന്നും ഉപകാരപ്രദവും പ്രചോദനകരവുമാണ് ഭഗവത്ഗീത. അതേപോലെ ദേവഹൂതി ദേവിക്ക് പറഞ്ഞു കൊടുത്ത അറിവുകൾ അതിമനോഹരമാണ്, അതിശ്രേഷ്ഠമാണ്. അതിലൂടെ നമ്മുടെ ഉള്ളിലെ ജ്ഞാനം വർദ്ധിക്കും, വിരക്തി വർദ്ധിക്കും, ഭക്തി വർദ്ധിക്കും. എല്ലാം കൊണ്ടും ഉത്തമമാണ് സാഖ്യയോഗം. അതിനെക്കുറിച്ച് ചുരുക്കത്തിൽ അടിയാൻ കഴിഞ്ഞ സത്സംഗത്തിൽ പറഞ്ഞിരുന്നു. സംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യ എണ്ണുക. എണ്ണി എണ്ണി നമ്മൾ എന്തല്ല അതൊക്കെ മാറ്റിവെക്കുക. അവസാനം എന്ത് ബാക്കി വരുന്നു അതാണ് നമ്മൾ കർമ്മേന്ദ്രിയങ്ങളല്ല, ജ്ഞാനേന്ദ്രിയങ്ങളല്ല, ഇന്ദ്രിയ വിഷയങ്ങളല്ല, പഞ്ചഭൂതമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, മിഥ്യാഹങ്കാരമല്ല. പിന്നെ ഞാൻ ആരാണ്? അതാണ് നമ്മൾ. ഇതെല്ലാം മാറ്റിവെച്ചു കഴിഞ്ഞാൽ എന്താണോ അവശേഷിക്കുന്നത് അതാണ് നമ്മൾ. അതായത് എൻ്റെ ഈ ശരീരത്തിൽ നിന്നും എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും മാറ്റി, എല്ലാ കർമ്മേന്ദ്രിയങ്ങളെയും മാറ്റി, പഞ്ചഭൂതത്തെയും മാറ്റി, ഇന്ദ്രിയ വിഷയങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരത്തെ മാറ്റിക്കഴിഞ്ഞാൽ എന്താണോ അവശേഷിക്കുന്നത് അതാണ് യഥാർത്ഥ ഞാൻ. അതാണ് സാഖ്യയോഗം. ഓക്കെ, ഇത് പറയുമ്പോൾ നല്ല സുഖമുണ്ട്, കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്. പക്ഷെ ഇതേ അവബോധത്തിൽ എപ്പോഴും ഇരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ഇതാണ്, അടിസ്ഥാനം ഇതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ജീവിക്കണം അല്ലേ? ഉദാഹരണത്തിന് ഒരു വ്യക്തിയിൽ നിന്നും വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റം നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ ആ വ്യക്തിയെടുത്ത് പറയുന്നത്? നിനക്കൊരു സംസ്കാരമില്ലേ? അപ്പോൾ ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ല. അതേപോലെ ആ സാഖ്യയോഗ സിദ്ധാന്തം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ദിനചര്യ, ജീവിതം എങ്ങനെയായിരിക്കണം? അന്നേരം ശരീരമല്ല ആത്മാവാണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് ജീവിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ട്. ഇപ്പം നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നുള്ള തിരിച്ചറിവിലൂടെ ശാരീരികമായിട്ടുള്ള എല്ലാ ആവശ്യകതകളിൽ നിന്നും അകന്നു നിന്ന് നമ്മൾ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നൊരവസ്ഥ.
അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം. 25-ാമത്തെ അധ്യായം 3-ാമത്തെ സ്കന്ധം 2-ാമത്തെ ശ്ലോകം. നാഹി അസ്യാ വർഷമനാ പുംസാം വരിംനാ സർവയോഗിനാം വിശ്രുതോ ശ്രുതാ ദേവസ്യ ഭൂരിതൃപ്യന്തി മേ അസവ. ശൗനക ഋഷി പറഞ്ഞു, ഈ ലോകത്ത് ഭഗവാനോളം അറിവുള്ള വേറെ ആരുമില്ല. ഭഗവാനെ പോലെ ആരാധ്യനായിട്ടും വേറെ ആരുമില്ല. ഭഗവാനെ പോലെ പരിപക്വ അവസ്ഥയിലെത്തിയ യോഗി വേറെ ആരുമില്ല. അതുകൊണ്ട് ഇദ്ദേഹം തന്നെയാണ് എല്ലാ വേദങ്ങളുടെയും സ്വാമി. അതാണ് ഇവിടെ പറയാൻ നോക്കണേ. നാഹി അസ്യ വർഷമന, വർഷമന എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. പുംസാം, അന്നേരം മനുഷ്യരിൽ പുംസാം, മനുഷ്യരിൽ ശ്രേഷ്ഠരായിട്ട്, ഭഗവാനെക്കാട്ടി ശ്രേഷ്ഠരായിട്ട് ആരുമില്ല. വരിംന സർവയോഗിനാം, എല്ലാ യോഗികളും വെച്ച് ഏറ്റവും ശ്രേഷ്ഠ യോഗി. വിശ്രുതോ ശ്രുതദേവസ്യ ഭൂരി തൃപ്യന്തി മേ അസവ. എല്ലാ വേദങ്ങളിലൂടെ അറിയേണ്ടത് ഭഗവാനാണ്. ഭഗവാനാണ് ആ വേദങ്ങളുടെ എല്ലാം പണ്ഡിതൻ. അന്നേരം അദ്ദേഹത്തെക്കുറിച്ച് ശ്രവിക്കുക, അതാണ് തൃപ്യന്തി മേ അസവ. ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി വരുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് എന്ന് ശൗനക ഋഷി പറയുകയാണ്. ആരോട്? സൂത മഹർഷിയോട്. യദ്യദ്വിദത്തേ ഭഗവാൻ സ്വച്ഛന്ദാത്മാത്മമായ താനി മേ ശ്രദ്ധദാനസ്യ കീർത്തന്യാനി അനുകീർത്തയ. അതുകൊണ്ട് അങ്ങ് വളരെ വിശദമായിട്ട് ഭഗവാന്റെ ലീലകളൊക്കെ വർണ്ണിച്ചു തരണം. ആരോട് പറയുന്നു? സൂതഗോസ്വാമി. ഭഗവാൻ ആത്മമായ സ്വന്തം ശക്തിയാൽ ഭഗവാൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു, ഭൗതിക ശക്തി ഉപയോഗിച്ചിട്ടല്ല. സൂത ഉവാച. അന്നേരം ഭഗവാന് 2 ശക്തിയുണ്ട്, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ബഹിരംഗ ശക്തിയെ ആശ്രയിച്ചിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതം, മനസ്സ്, ബുദ്ധി, മിഥ്യാങ്കർ, ഇതെല്ലാം ഭൗതിക ശക്തിയാണ്, ബഹിരംഗ ശക്തിയാണ്. ആത്മാവ് എന്ന് പറയുന്നത് അന്തരംഗ ശക്തിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഭഗവാൻ ഈ ബഹിരംഗ ശക്തിയെ ഒന്നിനും ആശ്രയിക്കാറില്ല. ഭഗവാൻ ഈ ലോകത്തിൽ അവതരിക്കുമ്പോൾ നമ്മുടെ പോലെ ഒരു ശരീരം എടുത്ത് വരുന്നതായിട്ട് തോന്നും. പക്ഷേ ഭഗവാൻ അന്തരംഗ ശക്തി ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. ഇത് രണ്ടും ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാന്റെ രൂപം കാണുമ്പോൾ നമ്മളെ പോലെ ഒരു ശരീരമാണെന്ന് ഭഗവാനെന്ന് തോന്നും. പക്ഷെ ഭഗവാനെ പോലുള്ളൊരു ശരീരമാണ് നമുക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പോലത്തെ ശരീരമല്ല ഭഗവാൻ, ഭഗവാന്റെ പോലത്തെ ശരീരം നമ്മൾ എടുത്തിരിക്കുകയാണ്, നമുക്ക് നൽകിയിരിക്കുകയാണ്. പക്ഷെ രണ്ടിൻ്റെയും ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതായത് സ്വർണവും ഇരുമ്പും രണ്ടും മെറ്റലാണ്. പക്ഷെ സ്വർണത്തിന് സ്വർണത്തിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്, ഇരുമ്പിന് അത്രത്തോളം കുറഞ്ഞ മൂല്യമേ ഉള്ളൂ. രണ്ടും മെറ്റലാണ്. അതേപോലെ ഭഗവാന്റെ ശരീരം അന്തരംഗ ശക്തിയാലും നമ്മുടെ ശരീരം ഭൗതിക പ്രപഞ്ചം ഭൗതിക ശക്തി, ഇത് രണ്ടും ഭഗവാന്റെ ശക്തിയാണ്. പിന്നെ അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ എപ്പോഴും അന്തരംഗ ശക്തിയെ ഭൗതികമാക്കാൻ പറ്റും, ഭൗതിക ശക്തിയെ അന്തരംഗമാക്കാനും പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ഈ ആശ്രമം, ഗോലോക ആശ്രമം, ഇവിടെ നിത്യേന ഭഗവാന്റെ സേവനം നടക്കുന്നുണ്ട്. ഇത് ഭൗതിക ശക്തിയിൽ വരത്തില്ല, ഇത് അന്തരംഗ ശക്തിയായിട്ട് മാറുകയാണ്, രൂപാന്തരപ്പെടുകയാണ്, മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് പൂന്താനത്തിനും തുക്കാറാം മഹാരാജിനും ഒക്കെ ഉടലോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റുന്നത്. കാരണം അവരുടെ ശരീരം ആധ്യാത്മികമായിട്ട് മാറുകയാണ്. പിന്നെ തീർച്ചയായിട്ടും ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേറൊരു സ്വരൂപം കൂടി ലഭിക്കും. പക്ഷെ അവരുടെ ശരീരത്തോടു കൂടി അവർക്ക് പോകും. പിന്നെ വിരജാനദിയിൽ ശരീരം അവരുടെ ലയിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഭൗതിക പ്രപഞ്ചത്തിനപ്പുറത്തും അവരുടെ ശരീരത്തിന് പോകാൻ പറ്റും. കാരണം ഇതിൽ ഭൗതികമായിട്ടൊന്നുമില്ല. എല്ലാ ആചാര്യന്മാരുടെ ശരീരവും ആധ്യാത്മികമാണ്. പ്രഭുപാജിയുടെയും ഗുരു മഹാരാജിൻ്റെയും ചില ഭക്തി സിദ്ധാന്ത സരസ്വതി. കാരണം അവരുടെ ശരീരത്തിൻ്റെ കണ്ടന്റ് അല്ല ഇമ്പോർട്ടൻറ്റ്, ഇൻറ്റൻറ്റാണ് ഇമ്പോർട്ടൻറ്റ്. കണ്ടന്റും ഇൻറ്റൻറ്റും തമ്മിൽ വ്യത്യാസം എന്താണ്? എന്ത് വസ്തു വെച്ചാണ് അത് ഉണ്ടാക്കിയത് എന്നതിനെക്കാട്ടി ഉപരി ആ വസ്തു വെച്ച് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് ആ വസ്തുവിന് മൂല്യമുള്ളത്. അതായത് നമ്മൾ ഈ ശരീരം ഭൗതികമാണെങ്കിലും
ഇത് ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ശരീരവും മനസ്സും വാക്കും ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മുടെ ശരീരവും ആധ്യാത്മികമായിട്ട് മാറുന്നു. 24 മണിക്കൂറും നമ്മൾ അതേ അവബോധത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ 24 മണിക്കൂറും ആധ്യാത്മികമാണ്. അങ്ങനെയുള്ള ഓരോ 24 മണിക്കൂറും അങ്ങനെ ആകുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ആ ഒരു ആധ്യാത്മിക അവബോധം വർദ്ധിച്ച് അത് പരിപക്വ അവസ്ഥയിൽ ശരീരം പൂർണ്ണമായിട്ടും ആധ്യാത്മികമായിട്ട് മാറും. പക്ഷേ എളുപ്പമല്ല. കാരണം കോടാനുകൂടി ജന്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ജന്മത്തിനകത്തും ഇത്രയും വർഷങ്ങളും നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഭൗതികം തന്നെയാണ് ഈ ശരീരം. ശരീരവും മനസ്സും വാക്കും എല്ലാം അശുദ്ധമാണ്. അശുദ്ധി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഇല്ലാത്തതിനെയാണ് അശുദ്ധി എന്ന് പറയുന്നത്. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതല്ലേ. പക്ഷെ എന്നാലും ഭഗവാനെക്കുറിച്ച് ബോധവാനായിട്ടാണോ നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് എങ്കിൽ അത് പരിശുദ്ധമാണ്. ഭഗവാനെ മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് എത്ര വലിയ സത്കർമ്മമാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് അശുദ്ധമാണ്. അത് പരിപൂർണതയിലേക്ക് എത്തുന്നില്ല. ഇനി ഭഗവാനെക്കുറിച്ച് ആണെന്ന് അറിയാതെ തന്നെ ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതും ശുദ്ധമാണ്. ഉദാഹരണത്തിന് വേദമന്ത്രങ്ങൾ, അതെല്ലാം ഇൻഡയറക്ട്ലി ഗുരുവായൂരപ്പനെ തന്നെയാണ് പ്രകീർത്തിക്കുന്നത്. പക്ഷെ ആ മന്ത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഇത് ഭഗവാന്റെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവാന്റെ ആ വിശ്വരൂപത്തെയൊക്കെ വർണ്ണിക്കുമ്പോൾ അത് പല പല ദേവന്മാരെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഡയറക്ട്ലി ശ്രീമദ് നാരായണൻ, ഗുരുവായൂരപ്പൻ, ശ്രീകൃഷ്ണ ഭഗവാനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് നമുക്ക് തോന്നത്തില്ല. പക്ഷെ എന്നാലും തോന്നിയാലും ഇല്ലെങ്കിലും അത് ഭഗവാനെ ഉദ്ദേശിച്ചിട്ടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അറിയാൻ എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രി ആരാണോ അവർക്ക് തന്നെ അത് കിട്ടത്തില്ലേ? അതേപോലെ അപ്പോൾ ഇവിടെ ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയുടെ അഭ്യർത്ഥിക്കുകയാണ്, അങ്ങ് വീണ്ടും വർണ്ണിക്കുക. കാരണം എന്താ? ദേവഹൂതി ദേവി വിഷമിച്ചിരിക്കുന്നു, കർദമ പ്രജാപതി പോയി. അപ്പം എന്താണ് ദേവഹൂതി ദേവി കപിലമുനിയായിട്ടുള്ള സംവാദം എന്താണ്? അതറിയാനുള്ള ആ ഒരു ഉത്സാഹം ശൗനകാദി ഋഷികൾക്ക് വർദ്ധിക്കുകയാണ്. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു ഉത്സാഹം വേണം. നമുക്കെല്ലാം അറിയാമെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാണ്. നമുക്ക് ഇനിയും ഒരുപാട് അറിയാനുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എന്തൊക്കെയോ മനസ്സിലാക്കി എന്നാണ്. അപ്പോൾ നമുക്ക് ഈ കഥകളൊക്കെ അറിയാം. കർദമ പ്രജാപതി, ദേവഹൂതി ദേവി, ഒരു 10-20 സപ്താഹം തുടർച്ചയായിട്ട് കേട്ട് കഴിഞ്ഞാൽ ഭാഗവതം മുഴുവൻ നമുക്ക് കഥകളൊക്കെ മനസ്സിലാവും. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതല്ല സാക്ഷാത്കാരം. ഇത് കഥകൾ മാത്രമല്ലല്ലോ. നമ്മൾ പറയുന്നു ഭാഗവത കഥ എന്ന്, എങ്കിലും ഭാഗവത കഥയാണെങ്കിലും അത് ആധ്യാത്മിക ഊർജം നിറഞ്ഞു നിൽക്കുന്ന കഥയാണ്. ഇപ്പോൾ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഹിസ്റ്ററി ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പണ്ട് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വീര യോദ്ധാക്കളുടെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, അതൊക്കെ പഠിക്കുന്നു. പക്ഷെ അത് നമുക്ക് അവരോടുള്ള ഒരു കടപ്പാടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന് നമ്മൾ എന്നും അവരെ സ്മരിക്കണം. പക്ഷെ അത് നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല. ഇനി ഒരു സിനിമാ കഥ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ പോലും ആ മനസ്സിനൊരു ഉല്ലാസം അത്രയേ ഉള്ളൂ. പക്ഷെ ആത്മാവിലേക്ക് സ്പർശിക്കുന്ന രീതിയിൽ ഒന്നുമില്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ അടിയൻ്റെ ഒരു ശിഷ്യടുത്ത് സംസാരിക്കുകയായിരുന്നു. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പുറമേയുള്ള വാക്കുകളിലൂടെ മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ചെവിയിൽ വരെ എത്തും. നമ്മൾ മനസ്സുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് കുറച്ചും കൂടെ ഊർജം കിട്ടും. അത് ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. നമ്മൾ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ഹൃദയത്തിലേക്ക് എത്തും, അല്ലേ? പക്ഷെ ഇന്ന് കൂടുതൽ ആൾക്കാരും പുറമേയുള്ള സംസാരമാണ്. അതുകൊണ്ട് അത് ആരുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിക്കത്തില്ല. അന്നേരം പൊതുവെ അവർക്ക് തോന്നും ഞാൻ എന്തോ വിജയിച്ചു, അവരെ പറ്റിച്ചു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരുടെ ഉള്ളിലേക്ക് അത് പോയിട്ടില്ല. അന്നേരം വാക്കുകൊണ്ട് പറയുമ്പോൾ അത് ചെവിയിൽ വരെ എത്തും. മനസ്സോടുകൂടി സംസാരിക്കുമ്പോൾ അത് മനസ്സിലേക്ക് എത്തും.
ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് ഹൃദയത്തിലേക്ക് എത്തും. അന്നേരം ഹൃദയത്തിൽ നിന്ന് വരണമെങ്കിൽ ഇമോഷൻസ് അത്രയും സ്ട്രോങ് ആയിരിക്കണം. അന്നേരം അത്രത്തോളം ആധ്യാത്മിക ഊർജത്തിലൂടെ സംസാരിക്കണം. അന്നേരം ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് എത്തുന്നു, ആത്മാവിൽ നിന്നും വരുമ്പോൾ ആത്മാവിലേക്ക് എത്തും. അന്നേരം ഒരാളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഉള്ളിൽ ഇരിക്കുന്ന ആ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് പരമാത്മാവുമായിട്ട് ഒരു ആധ്യാത്മിക ബന്ധമുണ്ടെങ്കിൽ മാത്രം, ആ ആധ്യാത്മിക അവബോധത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ അത് മുന്നിലുള്ള വ്യക്തിയുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുള്ളൂ. അല്ലേ? ഒരു വ്യക്തി വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇമോഷണലായി പോകും. അവരുടെ സംസാരത്തിൽ അത്രത്തോളം വാക്ചാതുർത്യമൊന്നുമില്ല, വൊക്കാബുലറി ഒന്നും അത്ര സ്ട്രോങ് അല്ല, നേരെ സംസാരിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളും ഇമോഷണലായി പോകും. അല്ലേ? ഇപ്പോൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് അതിൽ വളരെ ഇമോഷണൽ രംഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങളും ഇമോഷണൽസ് ആവും. അന്നേരം ഇമോഷൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. അല്ലേ? അന്നേരം മെൻ്റൽ തോട്ട്സ് മനസ്സിനെ സ്പർശിക്കുന്നത്, മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ മനസ്സിനെ സ്പർശിക്കും, മനസ്സിനൊരു ഉല്ലാസം നൽകും. അല്ലാതെ വാക്കുകൾ കൊണ്ട് മാത്രം കളിക്കുകയാണെങ്കിൽ മനസ്സും ഇല്ല, ഫീലിങ്സും ഇമോഷൻസും ഇല്ലെങ്കിൽ അത് ചെവിയിൽ വരെ എത്തത്തുള്ളൂ, ഉള്ളിലേക്ക് പോകത്തില്ല. അതേപോലെ ആത്മാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, എല്ലാ ആത്മാവിൽ നിന്നാണ് വരുന്നതെങ്കിലും സ്വയം ആത്മീയ അവബോധത്തിൽ ഇരുന്നു കൊണ്ട് വരുന്ന വാക്കുകൾ അതൊരാളുടെ ആത്മീയ അവബോധത്തെ ഉണർത്തും. അപ്പോൾ ഇവിടെ ശൗനകാദി ഋഷികൾക്ക് കേട്ടിട്ട് മതിയാവുന്നില്ല. ശൗനകാദി ഋഷി വൃന്ദയ്ക്ക് ജയ. നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ശൗനകാദി ഋഷികൾ. കാരണം അവരാ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് സൂത ഗോസ്വാമി ശ്രീമദ് ഭാഗവതം പറയുന്നത്. ശൗനകാദി ഋഷികൾ ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ സൂത ഋഷി ഇത്രയും വിശദീകരിച്ച് പറയുമോ? അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജുമായിട്ടുള്ള ആ ഒരു സംവാദം നമുക്ക് കിട്ടുമായിരുന്നു ഇല്ല. അതേപോലെ പരമ്പരാചാര്യന്മാരിലൂടെ പ്രഭുപാദ്ജി നമുക്കെല്ലാവർക്കും വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ശ്രീമദ് ഭാഗവത്തിൻ്റെ തർജ്ജിമ ചെയ്തു. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ മനസ്സിലാവും? ഒരിക്കലും മനസ്സിലാവുന്നില്ല. കാരണം എത്രയോ ഭാഗവതം ഗ്രന്ഥങ്ങൾ അച്ചടിച്ച് വരാറുണ്ട്. അല്ലേ? അത് വായിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പാരായണം ചെയ്തു പോകുന്നതല്ലാതെ അതിലൂടെ ഭൗതിക സുഖവും വീട്ടിലെ ആ ഒരു ഐശ്വര്യവും മാത്രം അന്വേഷിച്ച് ഭൗതികമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ഭാഗവത്തെ പാരായണം ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. അല്ലെങ്കിൽ ദക്ഷിണ കാംക്ഷിച്ചോ അതൊക്കെ. പക്ഷെ ഭാഗവത്തിൻ്റെ യഥാർത്ഥ സ്വാദ് അറിയണമെങ്കിൽ അത് പ്രഭുപാദ്ജിയുടെ ഭാഗവത്തിലൂടെ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ തന്നെ ആ അറിവുകൾ ലഭിക്കണം. 4ാമത്തെ ശ്ലോകം. സൂത ഉവാച ദ്വൈപായന സഹസ്ത്വേവം മൈത്രേയോ ഭഗവാംസ്തഥാ പ്രാഹേദം വിദുരം പ്രീതാൻ വീക്ഷ്യം പ്രചോദിത. അപ്പോൾ സൂത ഗോസ്വാമി പറഞ്ഞേ, മഹാശക്തനായ മൈത്ര ഋഷി വ്യാസമഹർഷിയുടെ സുഹൃത്തായിരുന്നു. അങ്ങനെ വിദുരരുടെ ആ ഒരു ആകാംക്ഷയോട് കൂടിയുള്ള ആ ഒരു ചോദ്യം, അന്വേഷണം, അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെ മനസ്സിലാക്കി മൈത്ര ഋഷി ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീണ്ടും ഒന്ന് നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. വിദുരർ ദുര്യോധൻ്റെ ആ ഒരു പരുഷമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് വിഷമിച്ചിട്ട് കൊട്ടാരം വിട്ടു പോവുകയാണ്. പല പല തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ്. അല്ലേ? അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഇടയിൽ അറിയുകയാണ് ഭഗവാൻ ഈ ലോകം വിട്ടു പോയി എന്ന്. ആരില്ലെന്ന്? ഉദ്ധവരിൽ നിന്ന്. അപ്പോൾ ഒരുപാട് വിഷമമാവുകയാണ്. അപ്പം ഭഗവാൻ പോകുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഏൽപ്പിച്ചിരുന്നു. അത് മൈത്ര ഋഷി പറഞ്ഞു തരുന്നു പറയുമ്പോൾ മൈത്ര ഋഷിയുടെ തെറ്റുകയാണ്. അങ്ങനെ മൈത്ര ഋഷിയും വിദുരരുമായിട്ട് ഉള്ള സംവാദം. അതിൻ്റെ ഇടയിലാണ് വരാഹസ്വാമിയെക്കുറിച്ച്, സൃഷ്ടി, വരാഹസ്വാമി, ഹിരണ്യാക്ഷ വധം, അതൊക്കെ ചർച്ച ചെയ്തു. പിന്നെ സ്വയംഭൂ മനുവിൻ്റെ മക്കൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴാണ് സ്വയംഭൂ മനുവിൻ്റെ മകളായ ദേവഹൂതി ദേവിയുടെ, അന്നേരം ആ ഒരു പരമ്പര ചർച്ച ചെയ്ത് വരികയാണ്. മനസ്സിലാവുന്നുണ്ടല്ലേ? ഭാഗവത കഥകൾ ഇങ്ങനെ കേട്ടിട്ട് പോകുന്നു, പക്ഷെ ആ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ സ്വയംഭൂ മനുവിൻ്റെയും ശതരൂപ ദേവിയുടെയും മകളായ ദേവഹൂതി ദേവിയുടെ
കഥ ഇങ്ങനെ പറയാണ്. അന്നേരം ഇനി ആൺകുട്ടികളുടെ കഥകളും പറയും, പ്രിയവ്രതൻ, ഉത്താനപാതൻ, അല്ലേ? അങ്ങനെ അങ്ങനെ പോവുകയാണ് കഥ. അപ്പോൾ ഇപ്പം പെൺകുട്ടികൾ, അതിൽ പ്രധാനപ്പെട്ട ദേവഹൂതി ദേവിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ദേവഹൂതിയുടെ മക്കളായിരുന്നു ദേവഹൂതി ദേവിയുടെ ആ മക്കൾ, അല്ലേ? നമ്മൾ കേട്ടു, അനുശ്രീയ ദേവി വരെ ഉണ്ട് അതിൽ, അല്ലേ? അത്രേഷി വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ ദേവഹൂതി ദേവിയുടെയും കർദമ പ്രജാപതി ആരാണ്? പ്രജാപതിമാരിൽ ഒരാളാണ്, ബ്രഹ്മദേവന്റെ മകനാണ്. അപ്പോൾ സൃഷ്ടികർമ്മങ്ങൾ എങ്ങനെ ആരംഭിച്ചു? അന്നേരം അതിൻ്റെ ഇടയിൽ ഭഗവാൻ അവതരിക്കുകയാണ്. ദേവഹൂതി ദേവിയുടെയും കർദമ പ്രജാപതിയുടെയും മകനായിട്ട് കപിലമുനി വരികയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ആരോട് പറയുന്നു? മൈത്ര ഋഷി വിദുരർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മൈത്ര ഋഷി വ്യാസ മഹർഷിയുടെ കൂട്ടുകാരനാണ്. ഒന്ന് ആലോചിച്ചു, അന്നേരം എന്തുമാത്രം അറിവ്. അപ്പോൾ അവരുമായിട്ടുള്ള സംവാദം. എന്നിട്ട് ഈ നടന്ന സംഭവം ശുഭദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിതുരരും മൈത്ര ഋഷിയായിട്ടുള്ള സംവാദം. എന്നിട്ട് ഇതേ കാര്യം തന്നെ സൂത ഗോസ്വാമി കേൾക്കുകയാണ്. പരീക്ഷിത് മഹാരാജാവിന് ശുഭദേവ് ഗോസ്വാമി വിതുര മൈത്രേയ സംവാദത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സൂത ഗോസ്വാമി കേൾക്കുകയും പിന്നെ നൈമിഷാരണ്യ വനത്തിൽ കലിയുഗത്തിൻ്റെ ആ സന്ധ്യയിൽ കലിയുഗത്തിലുള്ള ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെയും ഈ ഒരു സംവാദം പറയുക. ക്ലിയർ ആയല്ലോ അല്ലേ? കാരണം പരീക്ഷിത് മഹാരാജ് ചോദിക്കുന്നത് എന്താ ചെയ്യുക? അന്നേരം പരീക്ഷിത് മഹാരാജാവിനോട് ശുഭദേവ ഗോസ്വാമി ഭഗവത് സ്മരണയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ പരീക്ഷിത് മഹാരാജ് കുറേ ചോദ്യം, സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ച്. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വിതുരരും ചോദിച്ചിരുന്നു. പിന്നെ പൂർവിക എന്തൊക്കെയായിരുന്നു വിതുരർ, ഏതൊക്കെ തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ പോയി എന്നൊക്കെ ഒരു ചോദ്യം ഓർമ്മ വരുന്നുണ്ടല്ലേ? അങ്ങനെ സത്യം പറയാൻ ഭയങ്കര രസകരമാണ് ഭാഗവതം. ഒരുപാട് ട്വിസ്റ്റും ഒരുപാട് ഫ്ലാഷ് ബാക്സും ഉള്ള ഒരു മൂവി പോലെയാണ് ശ്രീമദ് ഭാഗവതം. ചിലപ്പം മുന്നോട്ട് പോകും, ചിലപ്പം പുറകോട്ട് വരും. ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ എത്രയോ ഫ്ലാഷ് ബാക്സ്, അങ്ങനെയാണ് ഭാഗവതം പോകുന്നത്. അപ്പോൾ നമുക്ക് കയറുമ്പോൾ എന്താണ് ഒന്നും മനസ്സിലാകും. പക്ഷെ അടിപൊളിയാണ്, അതീവ രസകരമാണ്, അമൃതാണ്, അതീവ മാധുര്യമാണ് ഓരോ ശ്ലോകത്തിലും. കാരണം ഇതിലെ വിഷയങ്ങളെല്ലാം ഗുരുവായൂരപ്പനും ശ്രീമതി രാധാരണിയെക്കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകം മുതൽ അവസാന ശ്ലോകം വരെ വർണ്ണിക്കുന്നത്. പക്ഷെ അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, എങ്കിലേ അത് മനസ്സിലാക്കണം. അപ്പോൾ മൈത്ര ഋഷി വിതുരരോട് പറയുകയാണ്. മൈത്രേയോവാച പിതരീ പ്രസ്ഥിതേ അരണ്യം മാതുപ്രിയ ചികീർഷയ തസ്മിൻ ബിന്ദുസരേ അവത്സീത് ഭഗവാൻ കപിലകില. ഇനിയുള്ള വളരെ രസകരവും വളരെ രോമാഞ്ചകരമാണ്. നമുക്ക് എന്തു പറയുന്ന അവബോധാത്മകം എന്ന് ഞാൻ പറഞ്ഞില്ലേ, സാന്ദ്രാനന്ദാവബോധാത്മകം. കോമയിൽ കിടക്കുന്ന ഒരാൾ ഉണർന്നെഴുന്നേക്കുന്ന പോലെ നമുക്ക് തോന്നും ഇനിയുള്ള ഒരു ശ്ലോകങ്ങൾ. അതാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഒട്ടും ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാ, അത്രയ്ക്ക് ശ്രദ്ധിച്ച് ഇരിക്കണം. ഇനി കേൾക്കുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഒന്നും കൂടെ കേൾക്കുക, വീണ്ടും കേൾക്കുക ഇനിയുള്ള സത്സംഗം. മൈത്ര ഋഷി പറഞ്ഞു, കർദമ പ്രജാപതി വനത്തിലേക്ക് പോയപ്പോൾ ബിന്ദു സരോവരത്തിൻ്റെ അടുത്തായിട്ട് തന്നെ കപിലമുനി അവിടെ തന്നെ ഇരുന്നു. ഇതിനു വേണ്ടി അമ്മയുടെ സന്തോഷം, അമ്മ ദേവഹൂതി ദേവിയുടെ സന്തോഷത്തിന് വേണ്ടി. തമാസീനം അകർമാണം തത്വമാർഗാരദർശനം സ്വസുതം ദേവഹൂതി ആഹ ധാതു സംസ്മൃതി വച. അപ്പോൾ ദേവഹൂതി ദേവി നോക്കിയപ്പോൾ ഭഗവാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ദേവഹൂതി ദേവിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതായത് ദേവഹൂതി ദേവി നോക്കിയപ്പോൾ കർദമ പ്രജാപതി കാണുന്നില്ലേ? അന്നേരം ദേവഹൂതി ദേവിയുടെ സ്നേഹം എന്താണ്, കർദമ പ്രജാപതിക്കുള്ള സ്നേഹം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? സ്വയംഭൂ മനുവിൻ്റെ മകൾ, സ്വയംഭൂ മനുവിൽ നിന്നാണ് എത്രയോ രാജവംശങ്ങൾ വന്നത്. അപ്പോൾ ഈ ഭൂമണ്ഡലം മൊത്തം ഭരിക്കുന്ന മനുഷ്യരാശി ആരിൽ നിന്നാണോ ആരംഭിച്ച് ആ സ്വയംഭൂ മനുവിൻ്റെ മകൾ ദേവഹൂതി ദേവി. എത്ര സമ്പന്നതയിൽ കഴിഞ്ഞ ദേവിയാണ് ദേവഹൂതി ദേവി. ആ കൊട്ടാരത്തിൻ്റെ ആ ടെറസിൽ ഇങ്ങനെ
പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പം ഗന്ധർവന്മാർ പോലും ദേവിയുടെ സൗന്ദര്യം കണ്ടിട്ട് വിമാനത്തിൽ നിന്ന് വീഴുമെന്നായിരുന്നു പറയുന്നത്. അത്രയ്ക്ക് സുന്ദരിയാണ് ദേവൂതി. അത്രയും സുന്ദരിയും അത്രയും സമ്പദ് സമൃദ്ധിയിലും കഴിയുന്ന ഒരു പെൺകുട്ടി. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ നിയോഗം മനസ്സിലാക്കി കർദമ പ്രജാപതിയെ ഭർത്താവായിട്ട് സ്വീകരിക്കാം. ഇനി കർദമ പ്രജാപതിയോ വിരക്തിയുടെ അങ്ങേയറ്റം. അപ്പോൾ ഒരു യഥാർത്ഥ ഗൃഹസ്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യന്മാർ പറയുന്നു, ഭർത്താവ് ഭഗവാനോട് ആസക്തനായിരിക്കണം, ഭാര്യ ഭർത്താവിനോട് ആസക്തനായിരിക്കണം. അപ്പൊ എന്തു പറ്റും? ഭർത്താവ് ഭഗവത് സ്മരണയോടുകൂടി ഇരുന്ന് ഭഗവാന്റെ ലോകത്തേക്ക് പോകും. ആ ഭക്തന്റെ സേവനം ചെയ്തുകൊണ്ട് ഭാര്യയും ഭഗവാന്റെ ലോകത്തേക്ക് പോകും. കാരണം പൊതുവെ അമ്മമാർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തത്വങ്ങളൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കുറച്ച് ടഫാണ്. കാരണം ആ ശരീരം അങ്ങനെ ആയതുകൊണ്ട് ഓരോ ശരീരത്തിനും ശരീരത്തിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകതയില്ലേ. അപ്പോൾ മനസ്സും അങ്ങനെയായിരിക്കും. അപ്പോൾ പൊതുവെ അന്നേരം ഇവിടെ ആര് സുപ്പീരിയർ ആര് താഴെ അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിൽ ആണിന് ആണിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആണുങ്ങൾ ഭഗവത് സ്മരണയിൽ ഇരിക്കുന്നു, എന്നിട്ട് ആ വ്യക്തിയെ വിവാഹം കഴിച്ച പെൺകുട്ടി ഭാര്യ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ഒപ്പം ജീവിക്കുമ്പോൾ എന്തു പറ്റുമെന്നറിയാം? അദ്ദേഹത്തിൻ്റെ സമ്പർക്കത്താൽ ആ ഒരു സ്ത്രീയും എന്താവും? ഭഗവാന്റെ ലോകത്തേക്ക്. അങ്ങനെയാണ് പൊതുവെ വൈദിക സംസ്കാരം. ഇന്ന് എങ്ങനെയൊക്കെയോ ഇന്ന് നേരെ തിരിച്ചാണ്. സ്ത്രീ ജനങ്ങളാണ്, അമ്മമാരാണ് കൂടുതൽ ഭക്തര്. അപ്പം ഭർത്താക്കന്മാർ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള സ്ത്രീജനങ്ങളുടെ സേവനം ചെയ്യുക. തമാശ പറയുന്നതല്ല. കാരണം ഇന്ന് കലിയുഗത്തിൽ അമ്മമാർക്കാണ് തത്വങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നത്, വിരക്തിയും ഇതൊക്കെ. അപ്പൊ ആളുകൾ എന്താ ചെയ്യുന്നത്? അങ്ങനെയുള്ള അമ്മമാരുടെ സേവനം ചെയ്യുക. അപ്പൊ എന്തു പറ്റും? ഇവര് ഗോലോകത്ത് പോകുമ്പോ അവരോടൊപ്പം ഇവർക്കും ഗോലോകത്ത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പാവം ദേവൂതി ദേവിയുടെ ഇത് പറഞ്ഞപ്പോ എന്താ ഒരു സന്തോഷമല്ല. അപ്പൊ ഇവിടെ കർദമ പ്രജാപതി, പാവം കർദമ പ്രജാപതി എപ്പോഴും തപസ്യയിൽ മഗ്നമായിട്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ദേവഹൂതി ദേവി എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും കർദമ പ്രജാപതി മറന്നുപോയി. ഒരു എത്രത്തോളം ഭക്തിയിലാണ് നോക്കണേ കർദമ പ്രജാപതി. ഭഗവത് ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആചാര്യന്മാർ പറയുന്നു, ആ ഇരുട്ട് സമയത്ത് സന്ധ്യ ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ആ വിളക്ക് കത്തും. അപ്പോൾ ഒരു ദിവസം ദേവൂതി ദേവി ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഇരുട്ടായിട്ടും വിളക്ക് കത്തുന്നില്ലല്ലോ എന്ന് കർദമ പ്രജാപതി കണ്ണു തുറന്ന് നോക്കുക. എന്താ വിളക്ക് കത്താത്തത്? അപ്പോഴാണ് ഒരു പെൺകുട്ടി വിളക്ക് പോയിട്ട്, ഇതാര്, ഇതേത് പെൺകുട്ടി? അപ്പോഴാണ് കർദമ പ്രജാപതി മനസ്സിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം ആരാണ് കർദമ പ്രജാപതി എന്ന് ആലോചിച്ച് നോക്കണം. ആളുടെ ആ സിദ്ധി ഉപയോഗിച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ട് ആൾ എന്തൊക്കെയാ സൃഷ്ടിച്ചതെന്ന് നോക്കണം. അദ്ദേഹമാണ് ഒരു ചെറിയൊരു കുടിലിൽ താമസിക്കുന്നത് നോക്കണം. അന്നേരം അതാണ് വലിയ സംഭവമാണത്. അതാണ് സ്വമേധയാ ലളിതമായിട്ടുള്ള ജീവിതം സ്വീകരിച്ച് വിരക്തിയിലിരിക്കുന്നു. ഇതുമല്ലേ കർദമ പ്രജാപതിക്ക് ജയ്. അതും ദേവൂതി ദേവി, ദേവൂതി മയ്യാക്കി ജയ്. എന്താ പറയണ്ടേ? അപ്പം ഭൗതികമായിട്ടുള്ള വസ്തുവകകളിൽ ആസക്തരാകാതെ ആ വിരക്തിയുടെ ആ സ്വാദുണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഭക്തി എന്താണെന്ന് നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ആ ആർഭാട ജീവിതത്തിൽ നിന്നും പുറത്തു വന്ന് ആ വിരക്തിയിൽ അങ്ങോട്ട് ഇരിക്കണം. ആ വിരക്തി വരുമ്പോഴാണ് ഭക്തിയുടെ മാധുര്യം വർദ്ധിക്കുന്നത്. അതീന്ദ്രിയ ജ്ഞാനവും വിരക്തിയും അങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ യഥാർത്ഥ ഭക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റും. അല്ലാത്തുള്ള ഒരു ഭക്തി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
നല്ല കിടിലം പായസം, പാൽ പായസം. ഓക്കെ, നല്ല പായസം. നല്ല എന്ന് പറഞ്ഞാൽ നല്ല കട്ട പായസം. അത് കാണുമ്പോഴേ നമുക്ക് ആ കൊഴുപ്പൊക്കെ കാണുമ്പോഴത്തേക്ക് വായിന്ന് വെള്ളം വന്നിട്ട് നമ്മളിങ്ങനെ കൊതിച്ച് അതെടുത്തിട്ട് വായിക്കകത്തോട്ട് വെക്കുമ്പോൾ അതിൽ മധുരമില്ല, സ്വല്പം പോലും മധുരമില്ല. എങ്ങനെ ഇരിക്കും? കഞ്ഞി പോലെ ഇരിക്കും പാൽപ്പായസം. ഒന്ന് ആലോചിച്ചു. അതേപോലെയാണ് ഭക്തി. ഭക്തി കാണാൻ നല്ല രസമൊക്കെയാണ്. കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നൊക്കെ പറയാൻ ഭയങ്കര രസമാണ്. പക്ഷെ വിരക്തി വരുമ്പോഴാണ് അത് മധുരമാകുന്നത്. വിരക്തിയാണ് ഭക്തിയുടെ യഥാർത്ഥ തെളിവ്. ഒരാൾക്ക് ഗുരുവായൂരപ്പനോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എത്രത്തോളം ഭൗതിക സുഖഭോഗങ്ങളിൽ നിന്നും ആ വ്യക്തി വിരക്തനാണോ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഹരേ കൃഷ്ണ. ഈ വിരക്തിയുടെ ഹയർ ലെവലാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ഭഗവാന് വേണ്ടി എന്തും ചെയ്തു കളയും. സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ഭഗവാന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വന്തം കാര്യം വരുമ്പോൾ 1 രൂപ പോലും മുടക്കാൻ ഭയങ്കര പിശുകാര്യം. പക്ഷെ ഭഗവാന്റെ കാര്യം വരുമ്പോൾ അങ്ങ് എടുത്തങ്ങ് എറിയുന്നുള്ളതാണ് കാശ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവിടെ കർദമ പ്രജാപതി വിരക്തിയിൽ ഇങ്ങനെ ഭഗവത് സേവനത്തിൽ ഭഗവാനിൽ ഇങ്ങനെ മഗ്നനായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ദിവസമാണ് ദേവഹൂതി ദേവി ഇങ്ങനെ വിളക്കുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാരാണ് എന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക്, അയ്യോ, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഭഗവാൻ എനിക്ക് കുറച്ച് മിഷനൊക്കെ നൽകിയിട്ടുണ്ട്, ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്, പ്രജ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനുമൊക്കെ. അപ്പോഴാണ് കർദമ പ്രജാപതിക്ക് ദേവഹൂതി ദേവിയോട് കാരുണ്യം തോന്നുന്നു. അയ്യോ പാവം, എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാലം ഇവിടെ നിൽക്കുകയായിരുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ കർദമ പ്രജാപതിക്ക് എന്ത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. അപ്പം ദേവഹൂതി ദേവി പറഞ്ഞിട്ട് പറയാ, അങ്ങ് ആ അഭ്യർത്ഥന ശ്ലോകങ്ങളുണ്ട്. ദേവഹൂതി ദേവി പറയാ, എനിക്ക് ഒരു പരാതിയും പരിഭവവും ഇല്ല, പക്ഷെ അങ്ങ് എനിക്ക് ആ ഒരു വാക്ക് പറഞ്ഞത് പ്രകാരം സന്താനങ്ങളെ നൽകണം എന്ന് വളരെ ലജ്ജയോടുകൂടി താഴ്മയായിട്ട് എളിമത്വത്തോടു കൂടി ദേവഹൂതി ദേവി അഭ്യർത്ഥിക്കുകയാണ് കർദമ പ്രജാപതി. അപ്പോഴാണ് അതിവിശാലമായിട്ടുള്ള വിമാനം കം കൊട്ടാരം, അതിന് ഒരുപാട് ഉദ്യാനങ്ങളൊക്കെ റെഡിയാക്കി കർദമ പ്രജാപതി ആയിരക്കണക്കിന് തോഴിമാരും അതും എല്ലാവരും സൃഷ്ടിക്കപ്പെടും. ഇതെല്ലാം കണ്ടിട്ട് ദേവഹൂതി ദേവി അത്ഭുതപ്പെടുകയാണ്. ദേവഹൂതി ദേവി വിചാരിക്കും, എൻ്റെ അച്ഛൻ്റെ പോലും ഇത്രയും ഐശ്വര്യമില്ല, ഇത്രയും സമൃദ്ധിയില്ല. അപ്പോഴാണ് അപ്പം ദേവഹൂതി ദേവി ഇതെല്ലാം കണ്ടിട്ട്, ഇതൊക്കെ കാണിച്ചിട്ട് എന്ത് കാര്യം, എൻ്റെ കോലം കണ്ട എന്ന് പറഞ്ഞ് ദേഹം മുഴുവൻ ചെളി പുരണ്ട് വസ്ത്രമൊക്കെ ആകെ ഇത് അലങ്കോലമായി. വസ്ത്രം മാറാൻ പോലും ദേവിക്ക് സമയമില്ലായിരുന്നു, കാരണം അത്രയ്ക്ക് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആശ്രമത്തിലെ കാര്യങ്ങൾ നോക്കണം, അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാണ്. ഇതൊന്നും കർദമ പ്രജാപതി അറിയുന്നില്ല എന്നുള്ളതാണ്. അന്നേരം നമ്മൾ വിചാരിക്കും ഇതെന്ത് മനുഷ്യനാണോ, ഇവനെ വിവാഹം കഴിച്ച എന്തിനാണ്? അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഇത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവില്ല, പക്ഷെ കർദമ പ്രജാപതിയുടെ ലെവൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആധ്യാത്മിക അവബോധത്തിൻ്റെ അങ്ങേയറ്റം ഇരിക്കുകയാണ്. അത് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ആ ലെവൽ എന്താണ്. അപ്പോൾ അത്രയും ഒരുപാട് സേവനങ്ങളിൽ വ്യാപൃതയായിട്ടിരിക്കുകയാണ് ദേവഹൂതി. ശരീരം ആകെ ശോഷിച്ചുപോയി, വസ്ത്രം പോലും അലങ്കോലമായിട്ടിരിക്കുക. അന്നേരം ദേവി പറയാണ്, എൻ്റെ അവസ്ഥ കണ്ടോന്നു. അപ്പോഴാണ് കർദമ പ്രജാപതി പറഞ്ഞിട്ട് ബിന്ദു സരോവരം, ഭഗവാന്റെ കണ്ണുനീരിൽ നിന്നും ഉണ്ടായ ആ ഒരു സരോവരം, അവിടെ ദേവഹൂതി ദേവി കുളിച്ചതും പഴയതുപോലെ ആയെന്നുള്ളത്, പഴയതിനെക്കാട്ടിയും സുന്ദരിയായിട്ട് മാറി. എന്നിട്ട് അവർ ആ വിമാനത്തിൽ കുറേ സ്ഥലങ്ങളിങ്ങനെ കറങ്ങി ദേവിയുടെ ആ ഒരു വിഷമമൊക്കെ മാറ്റി. ഇതെല്ലാം അത് കഴിഞ്ഞിട്ട് 9 പെൺകുട്ടികളെയും കൊടുക്കുക. അവർ എന്തു പറയുന്നത്, പ്രഗ്നൻ്റായി, പിന്നെ ഡെലിവറി ആയി, പിന്നെ അവരെ വളരെ ഉടൻ തന്നെ അവരൊന്നിച്ച ഉടൻ തന്നെ കുട്ടി വന്നു പുറത്ത്. 9 കുട്ടികൾ വന്നു ഒറ്റയടിക്ക്. അവരുടനെ വളർന്നു.
നമ്മൾ വിചാരിക്കും, ചിലവർ ചിലപ്പം തോന്നി ഇതെന്ത് തള്ളാണ് സ്വാമി എന്നല്ലേ. പക്ഷേ നമ്മളെപ്പോലെ അല്ല അവർ. അതുകൊണ്ടല്ലേ ഭാഗവതി അവരുടെ പേര് വന്നിരിക്കുന്നത്. പത്രത്തിൽ ആരുടെ പേരായിരിക്കും വരുന്നത്? ഒന്നി വലിയ കാര്യങ്ങൾ ചെയ്തവർ, അല്ലെങ്കിൽ ഏറ്റവും തറ പരിപാടി ചെയ്തവർ. അതായിരിക്കും പത്രത്തിൽ വരുന്നത്. പക്ഷെ ഭാഗവതി വരുന്ന ആരായിരിക്കും? ഇതിനൊക്കെ അപ്പുറത്തായിട്ട് മഹാശ്രേഷ്ഠമായിട്ട് ആധ്യാത്മിക തലത്തിന്റെ പരമോന്നത തലത്തിൽ നിൽക്കുന്നവരുടെ പേരുകളായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം ഭക്തരെ ടോർച്ചർ ചെയ്യുന്ന ദുഷ്ടന്മാരുടെ പേരായിരിക്കും വരുന്നത്, അല്ലേ? അന്നേരം കർദമ പ്രജാപതി ദേവതി ദേവി അറിയാലോ എത്ര ഉയർന്ന തലത്തിലാണെന്ന്. അപ്പോ അത്രയ്ക്ക് നിസ്വാർത്ഥതയിലും തപസ്യയിലും ജീവിക്കുന്നവരാണ്. അപ്പോ 9 കുട്ടികളും വന്നപ്പോ കർദമ പ്രജാപതി ആദ്യമേ പറഞ്ഞിരുന്നു, എന്താണ്, ഞാൻ കുട്ടികളായി കഴിഞ്ഞാൽ ഞാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് സമ്മതമായിരുന്നു ദേവതി ദേവി. പക്ഷെ കുട്ടികളായി കഴിഞ്ഞപ്പോൾ കർദമ പ്രജാപതി പോകാൻ നേരത്ത് ദേവതി ദേവിയുടെ ടെൻഷൻ എല്ലാം വർദ്ധിച്ചു. ദേവതി ദേവി പറയുകയാണ്, അങ്ങ് പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് ആരുണ്ട്? ഈ 9 കുട്ടികളും അവരുടെ വഴിക്ക് പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ, എന്നെ ഞാൻ പിന്നെ നോക്കാൻ ആരുണ്ട് എന്നാ. പിന്നെ എന്നോട് ക്ഷമിക്കണം, അങ്ങ് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടും അങ്ങയുടെ അറിവുകൾ സ്വീകരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ എപ്പോഴും ഭൗതിക തലത്തിൽ ഒരു ഭർത്താവായിട്ട് മാത്രമേ ഞാൻ അങ്ങയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങയുടെ ഉള്ളിലെ ആധ്യാത്മിക അറിവുകളെ ഞാൻ സ്വീകരിച്ചിട്ടില്ല ഇതുവരെ. വെറും ഒരു ഭൗതികതയിൽ മുങ്ങിയ ഒരു ഭാര്യയെ പോലെ ഞാൻ ഇരുന്നു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞതും കർദമ പ്രജാപതിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഒരു രണ്ടുപേരും തപസ്യ അനുഷ്ഠിച്ച് വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഭഗവാന്റെ സേവനമൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുകയാണ് മകനായിട്ട്. ഭഗവാൻ അവതരിച്ചതും കുട്ടിക്കാലത്തെ ലീലകൾ അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ ഉടൻ തന്നെ വളർന്നു. മഹാസിദ്ധനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. സിദ്ധന്മാരുടെ ദേവനായിട്ട്. സിദ്ധന്മാര് പൂജിക്കുന്ന ആളാണ് കപിലമുനി. അപ്പോ രാജസഗരന്റെ പുത്രന്മാര് ഓർമ്മയില്ല, ഭഗീരഥൻ പൂർവികരെ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഠിന തപസ് ചെയ്തില്ലേ ഗംഗാദേവിയെ കൊണ്ടുവരാനായിട്ട്? അത് കപിലമുനി കാരണമാണ്. കപിലമുനി പാതാള ലോകത്തിൽ അവിടെ ഇങ്ങനെ ധ്യാനനിമഗ്നായിട്ടിരിക്കുമ്പോൾ സഗര രാജാവിന്റെ പുത്രന്മാർ അവിടെ ചെന്നിട്ട് അന്നേരം കുതിരയെ അന്വേഷിച്ച് പോവുകയാണ്, അശ്വമേധത്തിന്റെ കുതിരയെ. അപ്പോ ആ കുതിരയെല്ലാം മോഷ്ടിച്ചോണ്ട് പോയത് ദേവേന്ദ്രനെ. എന്നിട്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? കപിലമുനിയുടെ അടുത്ത് തന്നെ കെട്ടി. എന്നിട്ട് സകരപുത്രന്മാരൊന്നും ചോദിക്കാതെ ഭഗവാനെ കൊല്ലാനായിട്ട് ഓടി വരികയാണ്. ഭഗവാൻ ഒന്ന് നോക്കിയിട്ട് ഹും എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹും അന്നേരം ഈ ഓം അങ്ങനെ കുറെ ബീജമന്ത്രങ്ങളുണ്ട്. ഹുമ്മില് ഒരുപാട് ശക്തിയുണ്ട്, ഒരാളെ കൊല്ലാനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ ഹും എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അത് തപോബലോ യോഗബലോ ഉള്ളവർ ഹും എന്ന് പറഞ്ഞാൽ മുന്നിലുള്ളവന്റെ കാര്യം പോക്കാണ്. അവൻ മരിച്ചു വീഴും, ഉടൻ തന്നെ വീഴും. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പോ കപിലമുനി ഫുൾ ഫോക്കസ് ചെയ്തിട്ട് ഹും എന്ന് പറഞ്ഞപ്പോ 60,000 പേരും കരിഞ്ഞു പോയെന്നുള്ളത്, കത്തിക്കരിഞ്ഞ് ചാമ്പലായെന്നുള്ളതാണ്. ഗതി കിട്ടാതെ അലയാൻ തുടങ്ങി ഇവരെല്ലാവരും. അപ്പോഴാണ് പിന്നെ ദിലീപനം അങ്ങനെ ഓരോരോ പരമ്പരയിൽ, അവരുടെ ആ ഒരു പരമ്പരയിൽ ഓരോ ആൾക്കാരും വന്ന് അതിൽ ഭഗീരഥ ഋഷി കഠിന തപസ് ചെയ്ത് ഗംഗാദേവിയെ കൊണ്ടുവരുന്നു. അങ്ങനെ ആ ഗംഗാദി ജലം ഒഴുകി പാതാള ലോകത്തിലൂടെ അവരുടെ ആ ചിതയിലൂടെ ഒഴുകുമ്പോഴാണ് അവർക്ക് സ്വർഗലോക പ്രാപ്തി കിട്ടുന്നത്. അതുവരെ അവർക്ക് ഗതി കിട്ടിയിട്ടില്ല. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ അതേ കപിലമുനി, അതേ ഭഗവാൻ, അപ്പോ ഒരു ഭക്തൻ ഗുരുദേവ് ഹുമ്മെന്ന് പറയുന്നു, സേവനം ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ഹുമ്മെന്ന്. അതായത് നമ്മൾ ഈ പണ്ടല്ല ഇപ്പോഴും കോളേജിലൊക്കെ ക്ലാസ് ഉള്ളപ്പോൾ കോളേജ് കട്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരില്ല. അതേപോലെയാണ് ചില ആൾക്കാർ. സത്സംഗവും കേൾക്കാതെ ജപിക്കാതെ മുങ്ങി അടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ കാണുമ്പോൾ ഉറപ്പായിട്ട് ഹുമ്മെന്ന് പറയും.
കത്തിക്കരിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് ഭൗതിക ജീവിതം കരിഞ്ഞു. അപ്പം പിന്നെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടെങ്കിൽ വരെ, അതുകൊണ്ട് സൂക്ഷിക്കുക. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ദേവഹൂതി ദേവി, അപ്പോ എന്താ പറയുന്നത്, ഈ കർദമ പ്രജാപതി ഭഗവാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പം വന്നിട്ട് പറയുക, ഭഗവാനെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്തു, സർവീസ് സർവീസ് സർവീസ്, മാനേജ്മെന്റ് മാനേജ്മെന്റ് മാനേജ്മെന്റ്, സ്വസ്ഥമായിട്ടിരുന്നൊന്നും ജപിക്കാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് അങ്ങയുടെ നാമവും ജപിച്ച് കീർത്തനങ്ങളും ആലപിച്ച് എല്ലാ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും മാറി ആ പരമോന്നത റെസ്പോൺസിബിലിറ്റി എടുത്ത് ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറയുക. അപ്പം ഭഗവാൻ തോളെ തട്ടിയിട്ട് പറയുന്നു, അങ്ങനെ തന്നെ ആകട്ടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, വീടും കുടുംബത്തിലും അദ്ദേഹം ഇരിക്കുമ്പോഴും സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് മകനായിട്ട് വന്നിരിക്കുന്നത്. അതും ദേവഹൂതി ദേവിയെ പോലെ ഇത്രയും ഉത്തമമായിട്ടുള്ളൊരു ഭാര്യ അദ്ദേഹത്തിന് എന്തിൻ്റെ കുറവായിരുന്നു? അദ്ദേഹം അവിടെ തന്നെ ഇരുന്നാൽ പോരെ. പക്ഷെ ആധ്യാത്മിക പുരോഗതി നമ്മളെപ്പോഴും മനസ്സിലാക്കുക, അത് ഒറ്റയ്ക്കാണ്. എല്ലാവരുടെ കൂട്ടത്തിലും ഇരിക്കണം, പക്ഷെ ഒറ്റയ്ക്കായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ഭക്തരുമായിട്ട് നമ്മൾ ഇടപെടണം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ കർദമ പ്രജാപതി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ അനുമതിയോടുകൂടി ഉൾക്കാട്ടുകളിലേക്ക് പോയി കഠോര തപസ് ചെയ്ത് ഭഗവാന്റെ നാമവും ജപിച്ച് അങ്ങനെ ഭഗവാന്റെ ലോകത്തേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ ദേവഹൂതി ദേവി, ഒന്ന് ആലോചിച്ചു വേണം, ദേവഹൂതി ദേവി എന്തുമാത്രം സ്നേഹിക്കുന്ന കർദമ പ്രജാപതി. അപ്പം ദേവഹൂതി നോക്കിയപ്പോൾ കർദമ പ്രജാപതി കാണുന്നില്ല. അവിടെ എല്ലാം അന്വേഷിക്കും, എവിടെ പോയി എന്ത് പറയാനാ? അപ്പോഴേ മനസ്സിലായി ആള് പോയി. അന്നേരം ദേവഹൂതി ദേവിയുടെ വിഷമം എന്തായിരിക്കും? എത്രമാത്രം ജീവന തുല്യം കർദമ പ്രജാപതിയെ സ്നേഹിച്ചത്. ദേവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തെ കാണാതെയായപ്പോൾ ദേവഹൂതി ദേവിയുടെ വിഷമം എന്തുമായിരിക്കും അല്ലേ? അപ്പം പാവം വിഷമിച്ച് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം നോക്കിയുമ്പോൾ എന്താ, ആ പർണശാലയുടെ അടുത്ത് ഒരാളിങ്ങനെ ഇരിക്കുന്നു, സരസ്വതി നദിയുടെ തീരത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആര്? മകനായ കപിലമുനി. അപ്പം ദേവിക്കൊരു ഭയമുണ്ട്, ഭഗവാനല്ലേ, മകനാണെങ്കിലും ഭഗവാനല്ലേ, അപ്പോൾ എന്തെങ്കിലും തിരക്കിലാണോ എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഇവിടെ പറയുന്നു, തമാസീനം അകർമാണം, ഒന്നും ചെയ്യാതിരിക്കണം, ഫ്രീ ആയിട്ടിരിക്കുന്നത്. തത്വമാർഗഗ്ര ദർശനം, തത്വ പരമസത്യത്തെ കാണിച്ചു തരാൻ, മാർഗ അഗ്ര പരമോന്നത ലക്ഷ്യം എന്താണെന്ന് ദർശനം കാണിച്ചു തരാൻ പറ്റും കഴിവുള്ള ആളാണ് അവിടെ ഇരിക്കുന്നത്. സ്വസുതം, അതും സ്വന്തം മകൻ തന്നെ ഇത്രയും പരമോന്നത മാർഗദർശിയാണെങ്കിൽ പിന്നെ ഒരു അമ്മയ്ക്ക് എന്താ വേണ്ടത് അല്ലേ? അന്നേരം ദേവഹൂതി ധാതു സംസ്മരതി. അന്നേരം ദേവഹൂതി ദേവിക്ക് ഓർമ്മ വന്നു. എന്താണ്? ബ്രഹ്മദേവൻ പറഞ്ഞിരുന്നു, നിന്റെ മകനായിട്ട് വന്ന ഈ കപിലമുനി നിനക്ക് അതീന്ദ്രിയ ജ്ഞാനം മുന്നോട്ട് നൽകുമെന്നുള്ള വാക്ക് ഓർമ്മ വെച്ചു. സംസ്മരതി വച ദേവ. ഇനിയാണ് സാഖ്യം ആരംഭിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു ബുക്കുമായിട്ടിരിക്കണം. എന്നിട്ട് ഇനിയുള്ള ദേവഹൂതി അടിയാൻ ആഗ്രഹിക്കുന്നു. ഈ സാഖ്യയോഗം പ്രഭുപാജിയുടെ ഒരു ബുക്ക് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അതിലപ്പുറം പ്രഭുപാജിയുടെ തൃപ്പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്നു. അതേ പ്രഭുപാജിക്കും ഗുരുമഹാരാജിനെ സമർപ്പിക്കാനായിട്ട് ഇനിയുള്ള ചർച്ചകൾ നമുക്ക് ശ്രമിക്കാം, ഒരു ബുക്കാക്കാൻ അല്ലേ? ബുക്കിൻ്റെ പേര് സാന്ദ്രാനന്ദം എന്നൊരു ബുക്ക് നമുക്ക് റെഡിയാക്കാം. അതിൽ സാന്ദ്രാനന്ദം അവബോധാത്മകം, അടിപൊളി പേരല്ലേ? എന്നാൽ ഇനിയുള്ളത് അതാണ്, സാന്ദ്രാനന്ദവും അവബോധാത്മകം. അതുകൊണ്ട് നമുക്ക് ഇനിയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇനിയുള്ള ഓരോ കോൺവെർസേഷൻ, ഓരോ സംവാദവും എന്താണ്? ദേവഹൂതിർവാച
നിർവിന്നാനിതരാം ഭൂമൻ അസത് ഇന്ദ്രിയതർഷണാത് യേന സംഭവ്യമാനേന പ്രപന്നാന്തൻ തമപ്രഭോ. ദേവഹൂതി ദേവി പറയാണ്, ഞാൻ വളരെയധികം ദുഃഖിതയാണ്, വളരെയധികം ക്ലേശത്തിലാണ്. എൻ്റെ ഭൗതിക ഇന്ദ്രിയങ്ങളെല്ലാം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. ഈ ഒരു ഇന്ദ്രിയങ്ങൾ നൽകുന്ന ക്ലേശം കാരണം എൻ്റെ സ്വാമി ഞാൻ അജ്ഞാനത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണ് അല്ലേ? ഇന്ദ്രിയങ്ങളാണ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. കണ്ണുകൊണ്ട് പല രൂപങ്ങളും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു, ചെവി കൊണ്ട് പല ശബ്ദങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്നു, നാവ് കൊണ്ട് രുചിക്കാൻ ആഗ്രഹിക്കുന്നു, സ്പർശന സുഖം. അങ്ങനെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും, കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമ്മളെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. ഉദാഹരണത്തിന്, നിങ്ങളുടെ നാവിന് എന്തെങ്കിലും രുചിക്കണമെന്നോ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നാവ് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ? ഉദാഹരണത്തിന്, വെള്ളം കുടിക്കാതെ വെള്ളം കുടിക്കണം ഇങ്ങനെ നാവ് ഇങ്ങനെ ഡിസ്റ്റർബ്. അന്നേരം അതേപോലെ ദേവഹൂതി ദേവി പറയുകയാണ്, എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ്? ഭർത്താവായ കർദമ പ്രജാപതിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ ഭർത്താവും ഭാര്യയും തമ്മിൽ അവർ രണ്ട് ശരീരമല്ല, ഒരേ ശരീരം എന്നാണ് പറയുന്നത്. രണ്ടാത്മാവാണെങ്കിൽ ഒരേ ശരീരമാണ്. കാരണം അത്രയ്ക്ക് അവർ ഒന്നിക്കുകയാണ്. ശാരീരിക ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല, മാനസികമായിട്ടും അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടാവും. അങ്ങനെയാണ് ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുന്നത്. ഭർത്താവിൻ്റെ ലക്ഷ്യം എന്താണോ അത് തന്നെ ഭാര്യയുടെ ലക്ഷ്യം, ഭാര്യയുടെ ലക്ഷ്യം എന്താണോ അത് തന്നെ ഭർത്താവിൻ്റെ ലക്ഷ്യം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ടാണ് ഈ പൊരുത്തം നോക്കുന്നത്. പൊരുത്തം ജാതകവശാൽ നോക്കുന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. കാരണം ആ പൊരുത്തത്തിലൂടെ ഒന്നിക്കുമ്പോൾ ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെക്കുറെ കുറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരേ മനോഭാവത്തിലിരിക്കുന്ന ദമ്പതികൾ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ അങ്ങനെ ഒരേ അഭിപ്രായം വരുന്നത് ആധ്യാത്മിക ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമാണ്. അതായത് അങ്ങനെയുള്ള ഒരു ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഭൗതികമല്ല, ആധ്യാത്മികമാണ്. മനസ്സിലായില്ലേ? അത് എന്തു പറയുന്നത്, അതൊന്നും പറയാനില്ല. അത് സന്യാസത്തെക്കാട്ടിയും ശ്രേഷ്ഠമാണ് അങ്ങനെയുള്ള ദമ്പതി ജീവിതം എന്ന് പറയുന്നത്. അതായത് ഭർത്താവിൻ്റെ ലക്ഷ്യം ഭഗവാൻ, ഭാര്യയുടെ ലക്ഷ്യവും ഭഗവാൻ. ഒരേ ലക്ഷ്യം, ഗുരുവായൂരപ്പൻ്റെ സേവനം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടുകൂടി ഭഗവാനെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബന്ധമുണ്ടല്ലോ, അത് വളരെ ശ്രേഷ്ഠമാണ്. അന്നേരം ഇവിടെ അന്നേരം ഇതൊരു ഭൗതിക ബന്ധമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മകനായിട്ട് ആരാ വന്നിരിക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ. ഭർത്താവ് ആരാ? കർദമ പ്രജാപതി. അന്നേരം അതൊരിക്കലും ഒരു ഭൗതികമല്ല. പക്ഷെ ദേവിക്കൊരു വിഷമം, ഇത് എൻ്റെ ഭൗതിക ബന്ധനമാണോ എന്നൊക്കെ തോന്നുകയാണ്. അതായത് ഭഗവത്ഗീത എങ്ങനെ ആരംഭിക്കുന്നത്? അർജുന വിഷാദയോഗം അല്ലേ? അർജുൻ ഒരുപാട് വിഷമം. അതായത് എൻ്റെ ബന്ധുക്കളാണല്ലോ. അന്നേരം അർജുൻ അല്ല അജ്ഞാനത്തിൽ വീണ് പോകുന്നത്. അർജുനെ ഭഗവാൻ അജ്ഞാനത്തിലാക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ ഗീത പറയാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഗീത ലഭിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അതായത് വേദ ഉപനിഷത്തിന്റെ എല്ലാം, അത് ആ ഗീതാമഹാത്മ്യത്തിൽ പറയുന്നില്ലേ, വേദ ഉപനിഷത്തും എല്ലാം എന്താകുന്നു? ഒരു പശുവായിട്ട് മാറുന്നു. അന്നേരം അതിൽ നിന്ന് ഭഗവാൻ ഗീതാമൃതം ഭഗവാൻ ഇങ്ങനെ കറന്നെടുക്കുകയാണ്. അന്നേരം പശു പാല് തരുന്ന എപ്പോഴായിരിക്കും? ആ പശുവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മുന്നിൽ നിൽക്കുമ്പോൾ അല്ലേ? അന്നേരം ആ പശുവിൻ്റെ കുട്ടിയായിട്ട് ആരാ നിൽക്കുന്ന? അർജുൻ. അർജുനെ പോലെ ഒരു ഭക്തൻ മുന്നിൽ നിൽക്കുമ്പോൾ വേദ ഉപനിഷത്തുകളെല്ലാം സാക്ഷാത്കാരങ്ങളും നൽകാനായിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. എന്നിട്ട് കറന്നെടുക്കാൻ ഒരാൾ വേണം, അതാണ് ഭഗവാൻ അല്ലേ? അന്നേരം അതേപോലെ ഇവിടെ ദേവഹൂതി ദേവിയും ആ ഒരു ഭാവത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ട്? ഭഗവാൻ അറിവ് നൽകുകയാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷെ ദേവിയുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം എന്നെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അജ്ഞാനത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഉദാഹരണത്തിന്, ഒരു കള്ളുകുടിയൻ കള്ള് കുടിച്ച്
ആ കള്ളിനോടുള്ള ആസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ ആ കള്ള് കുടിക്കാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ കള്ള് കുടിക്കുന്നില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല, കൃഷ്ണ, പക്ഷെ എന്നാലും തെറ്റുകളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സ് ഭൗതികതയിലേക്ക് മുങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും നോക്കണം. അപ്പോൾ ഇവിടെ ദേവഹൂതി ദേവി എന്താ പറയുന്നത്? എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്, എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. അതായത് ഒരു കള്ളുകൂടി നിർത്തിയാലും ആ ഇങ്ങനെ വിറയ്ക്കുന്നുമല്ല. പക്ഷെ അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ദേവഹൂതി ദേവി ആരാണ്? പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആരെയും പറഞ്ഞു തരികയാണ്. അപ്പോൾ ദേവഹൂതി ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യം ചെയ്തില്ല. കാരണം ഭർത്താവ് എന്ന് പറയുന്ന കർദമ പ്രജാതി, മകൻ ആരാണ്? സാക്ഷാൽ കപിലമുനി. ഇതിൽ കൂടുതൽ ഒരു 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 സ്ത്രീക്ക് എന്താണ് ലഭിക്കാനുള്ളത്? ഇനി സ്വയം ദേവഹൂതി ദേവി സ്വയംഭൂ മനുവിൻ്റെ മകളാണ്, ആധ്യാത്മിക അവബോധത്തിലാണ്, സുഖലോലുപയായിട്ട് എല്ലാം മറന്ന് ജീവിക്കുകയല്ലായിരുന്നു ദേവി. കർദമ പ്രജാപതിയുടെ സേവനം ചെയ്ത് അത് അത്രയ്ക്ക് കഠോര തപസ് ചെയ്ത ആളാണ് ദേവഹൂതി ദേവി. എന്നിട്ടും ആ എളിമത്വം നോക്കണേ. ദേവി പറയുകയാണ്, എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം എന്നെ ഒരുപാട് അലട്ടുന്നു. അപ്പം എന്തു പറ്റി? കാരണം അത്രത്തോളം ഇഷ്ടമായിരുന്നു ദേവഹൂതി ദേവിക്ക് കർദമ പ്രജാപതി. ഭർത്താവല്ലേ? അതുകൂടാതെ ഭഗവാന്റെ ഉത്തമ ഭക്തനാണ്. അപ്പോൾ ആ ഒരു ഭക്തനുമായിട്ടുള്ള ഒരു ആസക്തി ദേവിക്ക് ഇങ്ങനെ വർദ്ധിച്ചിരിക്കുക. എന്നിട്ട് ഒരു വാക്കുപോലും പറയാതെ ആൾ പോയപ്പോഴേ അപ്പോൾ നമ്മൾ വിചാരിക്കും കർദമ പ്രജാപതി എത്ര ദുഷ്ടനാണല്ലേ, ദേവഹൂതി ദേവിയുടെ ഒരു സ്നേഹമില്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് കർദമ പ്രജാപതിയുടെ ഹൃദയത്തിൽ എന്തുമാത്രം വിഷമം കാണും, ദേവഹൂതി ദേവി എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ? പക്ഷെ എന്നിട്ടും കർദമ പ്രജാപതിക്ക് അറിയാം, യാത്ര ചോദിച്ചു കഴിഞ്ഞാൽ അനുവാദം കിട്ടത്തില്ല. ഇനി ദേവഹൂതി ദേവിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ കർദമ പ്രജാപതിക്ക് പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് ഒരുപാട് വിഷമിച്ചിട്ടാണ് കർദമ പ്രജാപതിയും പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ദേവഹൂതി ദേവി എത്രമാത്രം വിഷമിക്കുന്നോ അതേപോലെ വിഷമം കർദമ പ്രജാപതിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭഗവത് സേവനം, അതിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലായത്. അപ്പോൾ ദേവഹൂതി ദേവി ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. കർദമ പ്രജാപതി എവിടെ പോയി ഇപ്പോൾ എന്തു പറയാനാണ്? അപ്പോൾ ആ ഒരു വിഷമം ദേവിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാശ്വാസം പറയാൻ ആരുണ്ട്? മകനുണ്ട്. മകനിൽ നിന്ന് ആ അറിവ് ലഭിക്കുമ്പോൾ എല്ലാം ശരിയാവുമല്ലോ. അപ്പം ദേവി ഭക്തയാണ്, കർദമ പ്രജാപതിയും ഭക്തനാണ്, പരിശുദ്ധ ഭക്തനാണ്. അവരുടെ മകനായിട്ട് വന്നിരിക്കുന്നത്, അവരുടെ മക്കളെല്ലാവരും ശ്രേഷ്ഠരാണ്, എല്ലാ ദേവിമാരാണ്. അനസൂയ ദേവിയെ കുറിച്ച് എന്ത് പറയാനാണ്? ഭഗവാൻ ദത്താത്രേയൻ്റെ അമ്മയാണ്, അത്രി ഋഷിയുടെ ഭാര്യ. ത്രിമൂർത്തികൾ സ്വയമാണ് മക്കളായിട്ട് വരുന്നത്. അന്നേരം അത് ദേവഹൂതി ദേവിയുടെ മകളാണ്. എന്നാലും അങ്ങനെയാണ് ഓരോ മറ്റ് 8 പെൺകുട്ടികളും. അതുകൂടാതെ സാക്ഷാൽ ഭഗവാൻ. അന്നേരം അവരുടെ ഗൃഹസ്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഋഷിമാർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യമാണ്. പക്ഷെ എന്നാൽ പോലും ദേവഹൂതി ദേവി എന്താ ചിന്തിക്കുന്നത്? ഇത് കർദമ പ്രജാപതിയോടുള്ള എൻ്റെ ആസക്തി എൻ്റെ ഭർത്താവെന്നുള്ള ഒരു ആസക്തിയാണ്. അന്നേരം അത് എൻ്റെ ഭർത്താവ് എന്നുള്ളൊരു മൈൻഡാണ്. ഇവിടെ അതല്ലല്ലോ വേണ്ടത്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധമാണ്. അദ്ദേഹം ഭക്തനാണ്, ഞാനും ഭക്തയാണെങ്കിലും അവിടെ ഭർത്താവെന്നുള്ള ഒരു മെൻറ്റാലിറ്റി വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? ഞാൻ ഭഗവാനിൽ നിന്ന് അകന്നു പോവുകയാണോ എന്നൊരു ചിന്ത ആരുടെ ഉള്ളിൽ വരുന്നു? ഭഗവാനെ മറന്നിട്ടുള്ളൊരു ബന്ധമാണോ എന്നുള്ളൊരു ചിന്ത ദേവഹൂതി ദേവിയുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ അതാണ് ദേവി പറഞ്ഞത്, എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു, അലട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തസ്യത്വം തമസോന്തസ്യ ദുഷ്പരസ്യാധ്യപാരകം സച്ചക്ഷു ജന്മനാം അന്തി ലബ്ധം മേ ത്വദ് അനുഗ്രഹാത്. എന്നാലും ഇവിടെ പറയുന്നു, അങ്ങല്ലാതെ ഭഗവാനെ ഈ ഒരു അന്ധകാരത്തിൽ നിന്നും എന്നെ അകറ്റാൻ വേറെ ആരുമില്ല. അങ്ങാണ് എൻ്റെ അതീന്ദ്രിയമായ കണ്ണുകൾ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ
എത്രയോ ജന്മാന്തരങ്ങൾക്ക് ലഭിച്ച സൗഭാഗ്യമാണ് അങ്ങയുടെ ഒരു സാമീപ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് എത്രയൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിലും ആ ബന്ധം ഏറ്റവും പരിശുദ്ധമാണെങ്കിലും ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് ശാശ്വതം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കർദമ പ്രജാപതിക്ക് വേണമെങ്കിൽ ദേവൂതി ദേവിയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാം, ഒരു തെറ്റുമില്ല, അധർമ്മമൊന്നും ചെയ്യുന്നില്ല, തപസ്യയിൽ ജീവിക്കുന്നു. പക്ഷേ അൾട്ടിമേറ്റ് ലക്ഷ്യം ആരാ? മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഭഗവാനാണെന്ന് നമ്മൾ മറന്നു പോരുത്. അതായത് പൊതുവേ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് എക്സ്ട്രീമായി പോകും. നമ്മൾ ചിലപ്പോൾ ഭഗവാനോട് അറ്റാച്ച്ഡ് ആണെന്ന് പറയും, ഭക്തരെ നമ്മൾ ബഹുമാനിക്കുന്നില്ല. ഇനി ഭക്തരെ നമ്മൾ ഒരുപാട് ബഹുമാനിച്ച് ഭഗവാനെ മറന്നു പോരുത്. നമുക്ക് ഭക്തരെ നമ്മൾ എന്തിനാ ബഹുമാനിക്കുന്നത്? അത് ഭഗവാനുമായിട്ടൊരു ബന്ധം ഉണ്ടായതുകൊണ്ടാണെന്ന് മറന്നു പോരുത്. മനസ്സിലായില്ലേ? അതായത് ഗുരുവായിട്ടുള്ള ബന്ധം, വൈഷ്ണവരുമായിട്ടുള്ള ബന്ധം എന്തുകൊണ്ടാണ്? അത് ഭഗവാനുമായിട്ടുള്ള ബന്ധം ഉണ്ടായത് കൊണ്ടാണെന്ന് നമ്മൾ മറന്നു പോരുത്. കാരണം ഭഗവാനെ മറന്നു കഴിഞ്ഞാൽ ആ ബന്ധം ഭൗതികമായിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പം കർദമ പ്രജാപതി എന്തിനാണ് വനത്തിലേക്ക് പോകുന്നത്? ഓക്കെ, ഭാര്യ മകനായിട്ട് വന്ന സാക്ഷാൽ ഭഗവാൻ, ഭാര്യയും ഭക്തയാണ്. പക്ഷെ പോരാ, എനിക്ക് ഭഗവാനുമായിട്ടൊരു എക്സ്ക്ലൂസീവ് ബന്ധം ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയാണ് കർദമ പ്രജ. അതേപോലെ ഇനി ദേവൂതി ദേവിയുടെ സമയമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് ഭഗവാനോട്. അപ്പോ ആചാര്യന്മാർ പറയുന്നു, ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ്, ഗുരുവിനോടുള്ള അറ്റാച്ച്മെന്റ്, ഗുരുവിനോടുള്ള അറ്റാച്ച്മെന്റ്, ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ്. പക്ഷെ ചില സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഗുരുവിനോട് ഓവർ അറ്റാച്ച്ഡ് ആവും, ഗുരുവിനെ മാത്രം അറ്റാച്ച്ഡ് ആവും, ഭഗവാനെ അവിടെ കാണുന്നില്ല. ചില സമയത്ത് ഗുരുവിനെ മറന്നിട്ട് ഭഗവാനുമായിട്ടൊരു ഡയറക്റ്റ് ബന്ധം. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം ഗുരുവായിട്ടുള്ളൊരു ബന്ധം, ഭഗവാനെ മറന്നിട്ടായിരിക്കരുത് ഗുരുവായിട്ടുള്ളൊരു ബന്ധം. ഇപ്പോൾ ഇവിടെ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ചില ഓർഗനൈസേഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത, അവിടെ ഭഗവാന് പ്രാധാന്യത കൊടുക്കുന്നില്ല. ഒരുപാട് ഓർഗനൈസേഷൻസ് അങ്ങനെയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അന്നേരം യഥാർത്ഥത്തിൽ അവരാരും ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലല്ല, അത് വേറൊരു കാര്യം. ബ്രഹ്മമധ്വ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായമോ ശ്രീ സമ്പ്രദായമോ കുമാര സമ്പ്രദായ രുദ്ര സമ്പ്രദായത്തിലൊന്നും അല്ല വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ചില വ്യക്തികൾക്ക് ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് അവരുടെ സംസാരം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില സിദ്ധികൾ കണ്ടിട്ടായിരിക്കും. അവരെ ഗുരുവായിട്ട് ആദ്യം കാണും, പിന്നെ ഭഗവാനായിട്ട് കാണും, പിന്നെ ഭഗവാനെ മാറ്റിയിരിക്കും. അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. ഇനി ആ വ്യക്തികൾ പറയുന്നതെല്ലാം, പാട്ട് പാടുന്നു എല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. പക്ഷെ എന്തു പറ്റും, ആ ഭഗവാന്റെ സ്ഥാനം മറന്നിട്ട് ഭഗവാന്റെ സ്ഥാനത്തിൽ വരെ അവരെ ആയിരിക്കും നമ്മൾ പൂജിക്കുന്നത് കൂടുതൽ. ഗുരുവിനെ നമ്മൾ ബഹുമാനിക്കണം, ഗുരു പരമ്പരയെ ബഹുമാനിക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള വഴി പറഞ്ഞു നൽകുന്നു എന്നതിൻ്റെ പേരിൽ. ആ ഒരു കടപ്പാട് ഒരിക്കലും നമുക്ക് മറന്നു പോകാൻ പാടില്ല. ആ ഒരു സ്മരണ എപ്പോഴും ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഭഗവാനുമായിട്ടൊരു ഡയറക്റ്റ് ബന്ധവും നമുക്കുണ്ടായിരുന്നു. ഇത് രണ്ടും മിസ്സാവരുത്. നമ്മൾ ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം, അങ്ങനെ രണ്ട് എക്സ്ട്രീം ആയി പോകും. അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രഹ്ലാദ് മഹാരാജിനെ ആരാണ് ഭാഗവതം പറഞ്ഞു കൊടുത്തത്? നാരദ മഹർഷി അല്ലേ? നാരദ മഹർഷിക്ക് ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പുള്ളത്? ഭഗവാനുമായിട്ട്. പക്ഷെ പ്രഹ്ലാദ് മഹാരാജിന് ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം? ഭഗവാനുമായിട്ട്. പക്ഷെ നാരദ മഹർഷിയെ മറന്നോ? ഇല്ല. ആ ഒരു സ്മരണ എപ്പോഴും ഉണ്ട്. എന്നിട്ട് ആ നാരദ മഹർഷി എന്താണ് ആഗ്രഹിക്കുന്നത്? പ്രഹ്ലാദൻ നല്ല ഉത്തമ ഭക്തനായിട്ട് അത്രയേ ഉള്ളൂ. അതേപോലെ ഒരു ശിഷ്യൻ ഗുരുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ നല്ല ഭക്തനാവുക, നല്ല ഭക്തയാവുക എന്ന്. അത് തന്നെയാണ് ഗുരുവിന്റെ ആഗ്രഹവും.
അല്ലേ? ഇപ്പോൾ ഒരു ഗുരു ശിഷ്യർക്ക് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? ഭഗവാന്റെ സേവനം ചെയ്യും, ഭൗതികമായിട്ടുള്ള എല്ലാം മാറ്റി വെച്ചിട്ട് മാക്സിമം ഭഗവാന് വേണ്ടി സേവനം ചെയ്യും. അതാണ് യഥാർത്ഥ ഗുരു. അല്ലാതെ ഭഗവാനെ മറന്ന് ആ വ്യക്തിയുടെ ലാഭത്തിന് വേണ്ടി, ആ വ്യക്തിയുടെ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഒരു കാര്യത്തിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള ഗുരുവല്ല. നിങ്ങളെ ഭഗവാനുമായിട്ടുള്ള ആ ബന്ധത്തിൽ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് ഗുരു. പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കുക, ആ വ്യക്തിയെ നമ്മൾ ഒരിക്കലും ഭഗവാനായിട്ട് കാണരുത്, ഭഗവാനെ പോലെ കാണാം. എന്തുകൊണ്ട്? ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കുന്നത് കൊണ്ട് ഭഗവാന് കൊടുക്കുന്ന അത് ഭഗവാന് ഇഷ്ടമായിരിക്കും. കാരണം എന്താ? ഭഗവാന് ഒരു ബ്രാഹ്മണനെ പൂജിക്കുന്നവരെ ഇഷ്ടമാണ്. അന്നേരം വൈഷ്ണവരെ പൂജിക്കുന്ന ഭഗവാൻ എന്തുമാത്രം ഇഷ്ടമായിരിക്കും, അല്ലേ? ഗുരു പരമ്പര ആചാര്യന്മാരെ പൂജിക്കും, പ്രഭുപാദ്ജി, ഗുരു മഹാരാജ് നമ്മൾ പൂജിക്കുമ്പോൾ ഭഗവാന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒരു യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. ആള് എപ്പോഴും നമ്മളെ എന്തിനു വേണ്ടിയായിരിക്കും? അത് തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഭഗവാന് വേണ്ടി നല്ല നല്ല സേവനങ്ങൾ ചെയ്യുമ്പോൾ ആള് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇനി നമ്മൾ ബാക്കി എന്തൊക്കെ ചെയ്താലും ഭഗവാന്റെ സേവനം ചെയ്തില്ലെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ ഇത്രയും പറയാനായിട്ട്. അന്നേരം നമ്മളെ എപ്പോഴും ഭഗവാനുമായിട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗുരുവിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാൽ നല്ല ഭക്തരാവുക. അതിനപ്പുറം വേറൊരു ഗുരുദക്ഷിണയില്ല. അതിനപ്പുറം ഒരു ഗുരുദക്ഷിണ ഗുരു ആഗ്രഹിക്കത്തില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഗുരുവല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരുവിൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആ ഗുരു ആരെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച് ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവരെല്ലാവരും ഭഗവാന്റെ ധാമത്തെത്തണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഗുരുവിനുള്ളൂ. അതാണ് യഥാർത്ഥ ഗുരു. ഗുരുവിന് സന്തോഷം വരുന്ന എപ്പോഴാണ്? ശിഷ്യരെല്ലാം നന്നായിട്ട് ശ്രദ്ധയോടുകൂടി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ, 4 യമനിയമങ്ങൾ പാലിക്കുമ്പോൾ, നല്ല വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും ഉത്സാഹത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും ഭഗവാന് വേണ്ടിയും രാധാറാണിക്ക് വേണ്ടിയും സേവനം ചെയ്യുമ്പോൾ ഗുരു ഭയങ്കര ഹാപ്പിയാവും. അതാണ് യഥാർത്ഥ ഗുരുവിൻ്റെ ലക്ഷണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ പ്രഭുപാദ്ജിയുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭഗവാനും രാധാറാണിക്കുമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് സ്ഥാനം, ഗുരു. എന്നിട്ട് അപ്പുറത്താണ് ആ ഭഗവാന്റെ പാദത്തിലാണ് ആചാര്യന്മാരിയ്ക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പ്രഭുപാദ്ജി എഴുതിയ ഗ്രന്ഥങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആരായിരിക്കും? ഭഗവാനായിരിക്കും. ഭഗവാനും രാധാറാണിയും ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ആയിരിക്കും. എന്നിട്ട് ഏറ്റവും പുറകിലായിരിക്കും പ്രഭുപാദ്ജി ഇരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം നമ്മൾ ഗുരുഭക്തിയുടെ പേരിൽ ഭഗവാനെ മറക്കരുത്. ഇനി ഭഗവത് ഭക്തി, ക്ഷമിക്കണം, ഇടയ്ക്ക് ഇന്റർനെറ്റ് കണക്ഷൻ പോയതാണ് കേട്ടോ. അപ്പോൾ അടിയൻ പറഞ്ഞത്, ഗുരുഭക്തിയുടെ പേരിൽ ഭഗവാനെ നമ്മൾ മറക്കരുത്. ഭഗവാനാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പല അനാധികൃതമായിട്ടുള്ള പരമ്പര ഓർഗനൈസേഷൻസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അന്നേരം അവർ ഗുരുവിനെ ഒരുപാട് പോകും. അത് യഥാർത്ഥ ആധികാരികമായിട്ടുള്ള ഗുരു അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ. ഇനി അല്ലെങ്കിൽ പോലും അവരെ ദൈവതുല്യമായിട്ട് കാണുന്നു, ദൈവമായിട്ട് കാണുന്നു. ഒരുപാട് ഓവറാണ്. അതാണ് അന്ധവിശ്വാസം. ഫസ്റ്റ് ഓഫ് ഓൾ ആധികാരികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയില്ല. ആധികാരികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിലുള്ള ആചാര്യന്മാരെ പോലും ഭഗവാനെ മറന്നൊരു സ്ഥാനം നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് അവർക്ക് ഇഷ്ടമല്ല. ഗുരുപരമ്പര ആചാര്യന്മാർക്ക് ഇഷ്ടം എന്താണ്? അവരെ പൂജിക്കുമ്പോഴല്ല, ഭഗവാനെ പൂജിക്കുമ്പോഴാണ് ഇഷ്ടം. ഇനി അവർ സ്വമേധയാ ആ പൂജ സ്വീകരിക്കുന്നത് വ്യാസപൂജ ദിവസം മാത്രമേ ഉള്ളൂ. കാരണം അതൊരു ശിഷ്യരുടെ കർത്തവ്യം ആയതുകൊണ്ട് മാത്രം. അപ്പം നമ്മുടെ ലക്ഷ്യം ആരാണ്? ഗുരുവായൂരപ്പനാണ്, രാധാറാണിയാണ് എന്ന് മറന്നുപോകരുത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം, ഭഗവാന്റെ ഭക്തിയുടെ പേരിൽ നമ്മൾ ഗുരുവിനെ മറക്കാനും പാടില്ല, ഗുരു പരമ്പരയെ മറക്കാനും പാടില്ല. അത് ഭഗവാൻ ഇഷ്ടമല്ല. അതായത് ഭഗവാനെ മറന്ന് നമ്മൾ ഗുരു പരമ്പരയെ മാത്രം സ്വീകരിക്കുന്നത് ഗുരു പരമ്പരയ്ക്ക് വിഷമവും. ഇനി
ഗുരു പരമ്പരയെ മറന്നിട്ട് നമ്മൾ ഭഗവാനായിട്ട് ഡയറക്റ്റ് ബന്ധം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ അനുവദിക്കുമോ? ഭഗവാനും വിഷമിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഭഗവാന്റേതായിട്ടുള്ള സ്ഥാനം, ഗുരു പരമ്പര, ഇത് രണ്ടും കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്. അത് പ്രഭുപാദജി അതിമനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഈ റെയിൽവേ ട്രാക്ക് പോലെയാണ്. റെയിൽവേ ട്രാക്കിൽ കൃഷ്ണഭക്തി, ഗുരുസേവ, വൈഷ്ണവ സേവ, ഇത് രണ്ടും പാരലായിട്ട് പോകുന്നു. ഒറ്റ ട്രാക്കിൽ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു ട്രാക്ക് റെയിൽവേ ട്രാക്ക് ആവുന്നത്. അല്ലാതെ ഒറ്റ ട്രാക്ക് മാത്രം ആകുമ്പോൾ ശരിയാവത്തില്ല. അത് ട്രെയിൻ എങ്ങനെ ഓടും? രണ്ട് ട്രാക്കും പാരലായിട്ട് വേണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം സൂപ്പറാവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എന്തിനാണ് ഗുരുവിൻ്റെ ലക്ഷ്യം? എന്താണ്? എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്തത് എന്തൊക്കെയാണ് അതിനെ അകറ്റുക, ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്താം, നമ്മുടെ കഴിവുകളെ ഭഗവാന്റെ സേവനത്തിൽ എങ്ങനെ ഏർപ്പെടുത്താം. യഥാർത്ഥത്തിൽ ഹരേ കൃഷ്ണ, നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ: സദാസമയം ഭഗവത് സ്മരണയോട് കൂടിയിരിക്കുക. അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറൊന്നും ചെയ്യാനില്ല. ഇത് പുതിയ ആൾക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ചോ, നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്തു, നമ്മൾ ഒരു ദിവസം ഈ ലോകം വിട്ടു പോകും. അപ്പോൾ പണ്ടുള്ള യോഗിമാർ, ഋഷിമാരൊക്കെ എന്ത് ചെയ്യുന്നു? ഉൾക്കാട്ടുകളിലൊക്കെ പോയി ഇങ്ങനെ കഠോര തപസ് ചെയ്യും. അപ്പോൾ അമ്മമാരെന്താ ചെയ്യുന്നത്? വാനപ്രസ്ഥം സ്വീകരിച്ച് ഭർത്താവിൻ്റെ കൂട്ടത്തിൽ പോവും. പിന്നെ ആ ഭർത്താവിൽ നിന്ന് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കുടുംബത്തിൽ വന്ന് മക്കളോടൊപ്പം ജീവിക്കും. പക്ഷെ എല്ലാവരും വിരക്തിയിൽ പോയേ പറ്റൂ. വൺ ടൈം ദേ ഹാവ് ടു. ഒരു സമയത്ത് അവർക്ക് എല്ലാവർക്കും റിട്ടയർഡ് ആയേ പറ്റൂ. പക്ഷെ ഇന്ന് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ പേര് മാത്രമാണ്. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു വെക്കേഷൻ പോലെയാണ് എല്ലാവരും കാണുന്നത്. അത് ഭഗവാന് വേണ്ടി ഒരു അന്വേഷണം അതൊന്നും ചെയ്യാറില്ല. എനിവേ, ഇതൊക്കെ അപ്പോൾ ആ ഗുരു പരമ്പരയുടെ വചനങ്ങളെ പാലിച്ചുകൊണ്ട് നമ്മൾ ഭഗവത് ഭക്തിയിൽ ഇങ്ങനെ പുരോഗമിക്കും. അപ്പോൾ ആ ഗുരു നൽകുന്ന നിർദ്ദേശങ്ങൾ ഭഗവാനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്ന രീതിയിലായിരിക്കരുത്. ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കണം നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാൻ അനുവദിക്കാത്ത കാര്യങ്ങളായിരിക്കരുത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? അതാണ് യഥാർത്ഥ ഗുരു പരമ്പര. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം, 4 യമനിയമങ്ങൾ പാലിക്കുക, മത്സ്യമാംസാദികൾ കഴിക്കരുത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അവീത ബന്ധങ്ങൾ പാടില്ല, ചൂത് കളിക്കാൻ പാടില്ല. അന്നേരം ഇത് ഡയറക്റ്റ്ലി ഭഗവാൻ പറയുന്നുണ്ടോ? ഡയറക്റ്റ്ലി ഭഗവാൻ പറയുന്നുണ്ട്, ഇൻഡയറക്റ്റ്ലിയും പറയുന്നുണ്ട്. അതായത് അത് ആചാര്യന്മാരിലൂടെയാണ് കൂടുതൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. നമ്മൾ ഈ ലോകത്ത് ഇരിക്കേണ്ടവരല്ല, ഭഗവാന്റെ ലോകത്തേക്ക് പോകേണ്ടവരാണ്. പക്ഷേ ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളിൽ, ആഗ്രഹങ്ങളിൽ മഗ്നരായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ എങ്ങനെ നേടാം? അതായത് ഇതേ അവബോധത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ ജനിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എന്താണ് വഴി? അതിനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് ഓർമ്മിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആ പ്രോസസ്സ് ഫോളോ ചെയ്യുക. ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന പ്രോസസ്സിൽ നിന്ന് അകന്നു നിൽക്കുക. അപ്പം പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കും. അതാണ് ലഹരി പദാർത്ഥങ്ങൾ, അവീത ബന്ധം, ചൂതുകളി. ഇപ്പോൾ സ്വന്തം ഭർത്താവോ ഭാര്യ അല്ലാതെ അന്യ സ്ത്രീകളെ കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കുന്നു, അന്യ പുരുഷനെ കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കുന്നു. അപ്പം എന്തു പറ്റും? ഭൗതിക ആസക്തി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലൈംഗിക ബന്ധത്തിനെ കുറിച്ച് നമ്മൾ ആസക്തരായിട്ടിരിക്കുമ്പോൾ ശരീരബോധം വർദ്ധിക്കും. ശരീര സുഖഭോഗത്തിൽ നമ്മൾ കൂടുതൽ മഗ്നരാകും. ആത്മീയ അവബോധം, അതായത് ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. ഒന്ന് ആത്മീയ പുരോഗതി, ഭൗതിക ജീവിതം. ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. ആധ്യാത്മിക പുരോഗതി ആഗ്രഹിക്കുന്ന വ്യക്തികൾ ലൈംഗിക സുഖഭോഗങ്ങളിൽ നിന്നും വിരക്തനായിരിക്കണം.
ലൈംഗിക സുഖഭോഗങ്ങളിൽ ആസക്തനായിട്ടിരിക്കരുത്. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് വിചാരിക്കരുത്. ഒരു ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാന്റെ നിയോഗത്താൽ ആ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടാം. അതെന്തിനു വേണ്ടിയാണ്? അത് ആ ഒരു ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം. പക്ഷെ അതിനെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായിട്ട് കാണാൻ പാടില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർദമ പ്രജാപതിയും ദേവഹൂതി ദേവിയും അവരും ആ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെട്ടു. പക്ഷെ അതാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്ന് അവരൊരിക്കലും കരുതിയിട്ടില്ല. അത് ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതി മാത്രമേ അവർ കണ്ടുള്ളൂ. എന്നിട്ട് കർദമ പ്രജാപതി സമയമായപ്പോൾ എന്തായി? എല്ലാം ഉപേക്ഷിച്ചിട്ട് ആൾ പോയി. ദേവഹൂതി ദേവിക്ക് മനസ്സിലായി, ഇനിയും എൻ്റെയും ആധ്യാത്മിക പുരോഗതിക്കുള്ള സമയമായി. അന്നേരം എൻ്റെ മകൻ സാക്ഷാൽ ഭഗവാൻ കപിലമുനിയിൽ നിന്ന് അറിവുകൾ മനസ്സിലാക്കി എൻ്റെ ഉള്ളിലുള്ള ഭൗതിക ആസക്തികളെല്ലാം അകറ്റാൻ ശ്രമിക്കാമെന്നാണ്. അപ്പം നമ്മളും ആരാണെങ്കിലും എന്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഏറ്റവും കുറഞ്ഞ പക്ഷം 16 മാലയെങ്കിലും ജപിക്കണം. നമ്മൾ എന്തിൻ്റെ പേരിലും അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. 4 യമനിയമങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അവിഹിത ബന്ധം പാടില്ല, ചൂതുകളി, അതായത് കാശിനോടുള്ള ആ ഒരു ആസക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്ത്, ഗാംബ്ലിങ്, ഈ ഇതെന്താ പറയുന്നത്, ഈ ഷെയർ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആസക്തികളെ വർദ്ധിപ്പിക്കും. ഗ്രീഡ്, അത്യാഗ്രഹം വർദ്ധിപ്പിക്കും. അത്യാഗ്രഹം വർദ്ധിപ്പിക്കാൻ എന്ത് പറ്റും? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ കാശ് ഇട്ടു വന്നിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എപ്പോഴും ടെൻഷൻ, അയ്യോ കാശ് കൂടണ്ടേ, കുറയുന്നു, അങ്ങനെ ടെൻഷൻ. അന്നേരം നമ്മുടെ ചിന്തകൾ കൂടുതൽ അതിലായിപ്പോ. ഇനി മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ എന്ത് പറ്റും? വി ആർ വാട്ട് വി ഈറ്റ്. നമ്മൾ ആ ഒരു മൃഗങ്ങളെ കഴിക്കുമ്പോൾ ആ ഒരു മൃഗീയ ബോധത്തിലേക്ക് നമ്മൾ പോകും. കാരുണ്യം നഷ്ടപ്പെടുക. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വബോധം നഷ്ടപ്പെടും, സത്യസന്ധത നഷ്ടപ്പെടും. അവിഹിത ബന്ധം പുലർത്തുമ്പോൾ, അതായത് സ്വന്തം ഭർത്താവല്ലാതെ അന്യ പുരുഷനെ കുറിച്ച് ചിന്തിക്കുന്നു, സ്വന്തം ഭാര്യയല്ലാതെ അന്യ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലാതെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ആസക്തിയിലിരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബോധം നശിക്കും. ആ ആത്മീയ അവബോധത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലെ ഇങ്ങനെ പോകും. അതാണ് പ്രശ്നം. അന്നേരം നമ്മുടെ ബോധത്തെ മലിനമാക്കുന്ന പ്രക്രിയയിൽ നിന്നും അകന്നു നിൽക്കുക. എന്നിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് കൂടുതൽ ചെയ്യുക. അതെന്താണ്? ഹരേ കൃഷ്ണ മന്ത്രം. ഇത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഈ പ്രസ്ഥാനം ഇപ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ രാധാറാണിക്ക് വേണ്ടി ഒരു ഗുരുവായൂരിലൊരു ക്ഷേത്രം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അന്നേരം ഈ ഒരു പ്രസ്ഥാനം ഇതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ട്രിവാൻഡ്രത്തുള്ള സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്നു, അല്ലേ? ജില്ലാ കോടതി ആ ഒരു നിയമവ്യവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. പിന്നെ കമ്മീഷണർ ഓഫീസ്. അന്നേരം അതേപോലെ ആ ഒരു പ്രസ്ഥാനം എന്താണ് പ്രതിനിധീകരിക്കുന്നത്? അത് ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്നു. കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ സന്ദേശത്തെ പ്രതിനിധീകരിച്ച്, അല്ലേ? അന്നേരം അത് നമ്മുടെ ഗോലോകം ട്രസ്റ്റിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായി, ഒരു ഹോൾമാർക്കായിട്ട്, ഒരു ബ്രാൻഡായിട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ. കാരണം നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ ശ്രീമതി രാധാറാണിയും ഗുരുവായൂരപ്പനും ഇരിക്കും, തൊട്ടടുത്ത് തന്നെ ചൈതന്യ മഹാപ്രഭു ഇരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി ഒരു ക്ഷേത്രം എന്നാണ് നമ്മളെ എല്ലാവരെയും ഉദ്ധരിക്കുന്ന ശ്രീമതി രാധാറാണിയും ഗുരുവായൂരപ്പനും കൂടെ ഒന്നിക്കുന്ന അതിസുന്ദര അവതാരം ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ ഒരു പ്രസ്ഥാനം അതാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം ആ ഒരു സന്ദേശം കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ ഈ ഓൺലൈൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാ, ഭക്തർ കേൾക്കും അവരുടെ ജീവിതത്തിൽ. പക്ഷേ അത് ഒരു പ്രസ്ഥാനമായിട്ട് മാറി. പ്രസ്ഥാനമാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഗോലോൺ ട്രസ്റ്റ്. പക്ഷേ ഒരു സ്ഥാനം വരുമ്പോഴാണ് എല്ലാവരും അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്, അല്ലേ?
ഒരു 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 ആധികാരികത വരുന്നു അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മൾ ആ ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കണം. 4 യമനിയമങ്ങൾ പാലിക്കണം. എന്നിട്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഈ പ്രസ്ഥാനം മുന്നോട്ട് പുരോഗമിക്കുന്നതിനനുസരിച്ച് എന്തായിരിക്കും സംഭവിക്കുന്നത്? എല്ലാവർക്കും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. അതല്ലേ സംഭവിക്കും. വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? തെറ്റായിട്ട് സമൂഹത്തിന് ദോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ദ്രോഹിക്കാൻ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഈ പ്രസ്ഥാനം വളരുന്നതിനനുസരിച്ച് കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. ഇതിന് കുടുംബജീവിതമൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കുടുംബത്തിലെ കാര്യം നോക്കി 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് 4 യമനിയമങ്ങളും പാലിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നുണ്ടോ? കാരണം ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ഒരു മാറ്റം സംഭവിച്ചു. നിങ്ങളെല്ലാവരും അതീവ ഭാഗ്യശാലികളാണ്. എന്തുകൊണ്ടാണ് എങ്ങനെ പറയുന്നു? കാരണം ആ കൊറോണ സമയത്ത് ഈ സത്സംഗം കേട്ടിട്ട് നിങ്ങൾ ഇത്രയും വിശ്വസിച്ച് അത് ഫോളോ ചെയ്തു. അത് ഫോളോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ അത്രത്തോളം പുരോഗമിച്ചവരാണ്. ബോധപരമായിട്ട് പൂർവ്വജന്മത്തിൻ്റെ സുഹൃതം കൊണ്ട് ഉയർന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരായതുകൊണ്ടാണ് പെട്ടെന്ന് അത് സ്വീകരിച്ചത്. പക്ഷെ ഇന്ന് എല്ലാവരും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവരിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അത്രത്തോളം നമ്മൾ പരിശ്രമിക്കും. ഉദാഹരണത്തിന് നരസിംഹ ലീല നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കും. കുട്ടിക്കാലം മുതലേ അല്ലേ നമ്മൾ ഭാഗവത്തിലൂടെയും പല വ്യക്തികളിലൂടെയും പ്രഭാഷണത്തിലൂടെയൊക്കെ കേട്ടതാണ്. പക്ഷെ ആ സിനിമ വന്നപ്പോൾ എന്തായിരുന്നു? നരസിംഹസ്വാമി നേരിട്ട് കാണുന്ന പോലെ, പ്രഹ്ലാദ് മഹാരാജിനെ കാണുന്ന പോലെ, അത് എല്ലാവരോടും അത് നല്ലൊരു പ്രചരണമല്ലായിരുന്നു. അന്നേരം അതേപോലെയാണ് ഇപ്പോൾ നമ്മൾ രാധാഷ്ടമി ആഘോഷിക്കുന്നു. രാധാഷ്ടമി പൊങ്കാല, രാധാറാണിയെക്കുറിച്ച് അറിയാനും രാധാറാണിയുടെ ഗ്രന്ഥം വിതരണം ചെയ്യുന്നു അല്ലേ. അപ്പോൾ അത് വായിക്കുമ്പോൾ രാധാറാണി ആരാണ്, ഗുരുവായൂരപ്പൻ ആരാണ്, അപ്പോൾ എന്തു പറ്റും? അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിലുള്ള ജീവിതമാണ് എല്ലാവരുടെയും. അന്നേരം അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ചാരിറ്റി, അവരെ ഉദ്ധരിക്കാനുള്ള ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം, ഒരു ജീവാത്മാവിനോട് കാരുണ്യം. അന്നേരം ഒരു ജീവാത്മാവിനോട് കാരുണ്യം കാണിക്കുന്നത് എങ്ങനെയാണ്? ഭക്ഷണം കൊടുത്തിട്ടാണോ? അതും ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. രോഗത്തിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത്, അതൊക്കെ ജീവകാരുണ്യ പ്രവർത്തനം. പക്ഷേ യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനം എന്താണ്? ജനന മരണ ചക്രത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി അവരെ ഗോലോക വൃന്ദാവനത്തിലേക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പം നിങ്ങൾ തത്വം പറയുമ്പോൾ നിങ്ങളുടെ കുടുംബക്കാരും ചിലപ്പം വീട്ടുകാരും അവരും പുറത്തുള്ളവർക്കൊക്കെ ഒന്നും മനസ്സിലാവും. കാരണം എന്താ? നിങ്ങളുടെ ലെവൽ വെരി ഹൈ ആണ്. കാരണം പൂർവ്വജന്മ സുഹൃതം അതൊക്കെ കൊണ്ട് ഒരു സത്സംഗം കേട്ടപ്പോഴത്തേക്ക് തന്നെ, ഒന്നല്ല കുറേ സത്സംഗം കേട്ടപ്പോഴത്തേക്ക് നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടായി, ജപിക്കാൻ തുടങ്ങി, പെട്ടെന്ന് അത് സ്വീകരിക്കാൻ പറ്റി. പക്ഷെ എല്ലാവരും ആ ഒരു ലെവലിലേക്കല്ല. അന്നേരം അവർക്ക് ആ രീതിയിലുള്ള അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ രാധാഷ്ടമി ദിവസം എത്രയോ പുതിയ പുതിയ ഭക്തർ വന്നു അല്ലേ. അറ്റ്ലീസ്റ്റ് രാധാദേവിയെക്കുറിച്ചൊരു ചെറിയൊരു ഉള്ളിലൊരു ഒരു 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 എക്സ്പീരിയൻസ് അവർക്ക് കിട്ടി അല്ലേ. പൊങ്കാല വന്നിടുമ്പോഴും അതൊക്കെ. അന്നേരം അതാണ് ഒരു പ്രോസസ്സ്. ഭഗവാനെക്കുറിച്ച് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക അല്ലേ. അന്നേരം അതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. അന്നേരം ഗുരുവായൂർ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്, ഗുരുവായൂരപ്പൻ്റെ സ്ഥലമാണ്. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ശ്രീമതി രാധാറാണിയുടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വപ്നം കാണുന്നതിന് കാശ് വേണ്ടല്ലോ. അപ്പോൾ അതിമനോഹരമായിട്ട് രാധാറാണിയുടെ ഒരു ക്ഷേത്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും അല്ലേ. എത്രയോ ഭക്തർക്ക് രാധാറാണിയുടെ ദർശനം എടുക്കാൻ പറ്റും. കാരണം വൃന്ദാവനത്തിൽ പോകാൻ എല്ലാവർക്കും പറ്റുമോ? വലിയ ബുദ്ധിമുട്ടാണ്. മധുര വരെ പോകണം, അവിടെ പിന്നെ പരിചയം വേണം, ഒന്നും ഹിന്ദി അറിയത്തില്ല, അതൊക്കെ. പക്ഷേ രാധാറാണിയെ കണ്ടു കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ പോകുന്നതിന് തുല്യമല്ലേ അല്ലേ. അപ്പം ഗുരുവായൂരപ്പൻ നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ രാധാറാണി. അന്നേരം
അച്ഛന് വേണ്ടി ഒരു വീട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അമ്മ വീട് വൃന്ദാവനത്തിലാണ്. എന്നാലും നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ ഒരു വീട് നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക്, കരുണാമയിയായിട്ടുള്ള രാധാറാണിക്ക് വേണ്ടി, ഭഗവാനെക്കാട്ടിയും അച്ഛനെക്കാട്ടിയും കൂടുതൽ കാരുണ്യം അമ്മയ്ക്കാണ്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ജഗത് ജനനിയാണ് ശ്രീമതി രാധാറാണി. ജഗദംബിക, ആദിപരാശക്തി, നമ്മുടെ എല്ലാവരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും അമ്മയാണ് ശ്രീമതി രാധാറാണി. അന്നേരം അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷണൽ ആവും. അന്നേരം അമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇമോഷണൽ ആവും അതെല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റി. രാധാഷ്ടമി ദിവസം എല്ലാവരും വേറൊരു ലോകത്തായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണ്. അപ്പം ഗുരുവായൂരപ്പനെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നോ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ രാധാറാണിയെ സ്നേഹിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ ആ സ്നേഹമുണ്ട്. പക്ഷെ ആ സാഹചര്യം കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഉള്ളിൽ രാധാറാണിയോടുള്ള സ്നേഹം പുറത്തു വന്നില്ലെന്നേ ഉള്ളൂ, അല്ലേ? ഉദാഹരണത്തിന് ഈ സത്സംഗം തുടങ്ങുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് രാധാറാണിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു, അല്ലേ? കേട്ടിട്ടുണ്ട്. സ്ഥിരം നമ്മുടെ വീട്ടിൽ ചിത്രം കാണും രാധാറാണിയെക്കുറിച്ച്, അത്രയേ ഉള്ളൂ. ഒരു ഗോപിക, ഭഗവാനെ സ്നേഹിക്കുന്ന ഒരു ഗോപിക എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്കറിയൂ. പക്ഷേ ആ ഒരു സത്സംഗത്തിലൂടെ നമ്മൾ ഗുരുപരമ്പരയിലൂടെ പ്രഭുപാദ്ജിയുടെയും ഗുരു മഹാരാജിൻ്റെയും കാരണത്താൽ നമ്മൾ ആ ഒരു രാധാറാണിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എന്തു അല്ലേ? അപ്പോൾ രാധാറാണിയോടുള്ള ആ ഒരു പ്രേമം കൃഷ്ണപ്രേമത്തെയും മറികടക്കുക. അതായത് രാധാറാണി മേരി ഹേ മേരാ ഹേ ബർസാന എന്ന് പാട്ടിട്ടപ്പോൾ എല്ലാവരും നൃത്തം ചെയ്തു. പുതിയ ആൾക്കാർ പോലെ. ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തറിഞ്ഞിട്ടാ നൃത്തം ചെയ്യുന്നത്, ഇവരെന്തും മനസ്സിലാക്കിയിട്ടാ നൃത്തം ചെയ്യുന്നത്. അതാണ് ഹൃദയത്തിന് അറിവിന്റെ ആവശ്യമില്ലല്ലോ, ആത്മാവിന് അറിവിന്റെ ആവശ്യമില്ല, വിശ്വാസത്തിന്റെ ആവശ്യമില്ല, മനസ്സിലാവുന്നു. അതൊന്നും ഭാഷയൊന്നും ഒരു വിഷയമല്ല. അപ്പൊ സത്യം പറഞ്ഞ ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ നേരിട്ട് ബർസാനയിൽ എത്തിയതുപോലെ എനിക്ക് തോന്നി രാധാഷ്ടമി ദിവസം. എന്തോ ഇന്നലെ ഞാൻ ഭക്തരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യയിലും നമ്മൾ കുറച്ച് ഭക്തരോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇതായിട്ട്. അവർക്ക് ഗുരുവായൂരപ്പൻ ആരാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ ബ്രോഷർ റെഡിയാക്കി. അതായത് കേരളാസ് ബർസാന എന്ന് പറഞ്ഞു. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുരുവായൂരപ്പ ക്ഷേത്രം, രാധാ ഗുരുവായൂരപ്പ ക്ഷേത്രം. ഹിന്ദിക്കാരെ സംബന്ധിച്ചിടത്തോളം ബർസാന, കേരളാസ് ബർസാന. ബർസാന എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ബറസ്ന എന്ന് പറഞ്ഞാൽ വർഷിക്കുന്നു എന്നാണ്. എന്ത് വർഷിക്കുന്നു? കാരുണ്യം, വാത്സല്യം. അതായത് ബർസാനയിൽ എത്തുമ്പോൾ നമുക്ക് രാധാറാണിയുടെ ആ ഒരു വാത്സല്യം ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കും. മഴ തുള്ളികൾ പോലെ രാധാറാണിക്ക് നമ്മളോടുള്ള ആ ഒരു കാരുണ്യം തുടർച്ചയായിട്ട് വർഷിക്കുന്ന സ്ഥലം. അതാണ് ബർസാന എന്ന് പറയുന്നത്. അന്നേരം അവിടെ വ എന്നുള്ളത് ബ്രജഭാഷയിൽ ബ എന്നാവും. അന്നേരം ബർസ്ന, അന്നേരം ബർസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വർഷിക്കുന്നു. രാധാറാണിയുടെ ആ പ്രേമം, നമ്മളോടുള്ള ആ ഒരു കാരുണ്യം, ഒരു അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം, അത് എന്താണെന്ന് അറിയണമെങ്കിൽ അത് നമുക്ക് ബർസാനയിൽ പോകുമ്പോൾ അറിയാൻ പറ്റും. അതായത് ഗുരുവായൂരിൽ നമ്മൾ ആ 4 കവാടത്തിന്റെ എവിടെ ഇന്നാലും നമുക്ക് അറിയാം, അകത്തുനിന്ന് ഒരാൾ നമ്മളെ അറിയുന്നുണ്ട്, അല്ലേ? അതിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് എന്താഗ്രഹിച്ചാലും നടക്കും. നിങ്ങൾ പാൽപ്പായസം വേണമെന്ന് പറയുമ്പോൾ ആരൊക്കെയോ വന്നിട്ട് ഒരു പാൽപ്പായസം. അതാണ് മേൽപ്പത്തൂർ നാരായണ പണ്ഡിതർ പാട് പറയുന്നത്. എന്തുവാ, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കൽപ്പവൃക്ഷം ഉള്ളപ്പോൾ
പിന്നെ നന്ദനവനത്തിലെ കൽപ്പവൃക്ഷം ആർക്ക് വേണം, ദേവലോകത്ത് എന്ന് പറയും. അപ്പോ അതേപോലെ നമ്മൾ വൃന്ദാവനത്തിലെ ബർസാനയാണ് ഇവിടെ അവതരിക്കാൻ പോകുന്നത്. അത് സത്യം പറഞ്ഞാൽ രാധാഷ്ടമി ദിവസം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബർസാനയിൽ അങ്ങനെയാണല്ലോ, എപ്പോഴും തിരക്കും, എല്ലാവരും രാധേ 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 വെച്ചിട്ട് ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇവിടെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ലോകം, ഇവിടെ നമ്മുടെ രാധാറാണിയുടെ ലോകം. അതാണ് കേരളത്തിലെ ബർസാന എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും എന്താ പറയുന്നത്, നമ്മുടെ നാട്ടില് കേരള ജനങ്ങൾക്ക് വൃന്ദാവനത്തിൻ്റെ ഒരു അനുഭൂതി ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ലഭിക്കും എന്നതിലൊരു സംശയമില്ല. കാരണം രാധാറാണി എവിടെയുണ്ടോ അവിടെയാണ് വൃന്ദാവനം. രാധാറാണിയാണ് വൃന്ദാവനം. വൃന്ദാവനത്തിൽ നിങ്ങൾ എവിടെ നോക്കിയാലും രാധേ 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 രാധേ. അതേപോലെ രാധാറാണിക്ക് വേണ്ടി ഒരു ക്ഷേത്രം കേരളത്തിൽ, അതാണ് ഈ ഗോലോൺ ട്രസ്റ്റ് നമ്മളെല്ലാവരും നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ബർസാന. നമുക്ക് ആ ഒരു കീർത്തനം കേൾക്കാം. ക്ഷമിക്കണം, ഇന്റർനെറ്റ് ഭയങ്കര സ്ലോ കേട്ടോ. ഇത് ചെയ്യാനോ? ക്ഷമിക്കണം, ഇന്റർനെറ്റ് സ്ലോ ആണ്. എന്തായാലും നമുക്കിനി അടുത്ത സത്സംഗത്തിൽ കാണാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെയും രാധാറാണിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.